ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا. صدق الله مولانا العلي العظيم. സ്നേഹാദരവുള്ള നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഇത്രയും ദിവസം ഞങ്ങൾ നിർവഹിച്ച നോമ്പ്, നിസ്കാരം മുതലായ എല്ലാ ആരാധനകളും നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരണേ തമ്പുരാനെ. മരണമടഞ്ഞു പോയ ഞങ്ങളുടെ ബന്ധുക്കളും മിത്രങ്ങളും, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുവട്ടത്ത് വിശ്രമിക്കുന്ന ഞങ്ങളുടെ കാരണവന്മാർ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ നരകമോചനം നൽകണേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും നിന്റെ സുഖലോക സ്വർഗത്തിൽ ഒന്നിപ്പിച്ച് സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ഈ പരിശുദ്ധ റമദാൻ ഞങ്ങളെ തൊട്ട് ഗുണകരമായി സാക്ഷി നിൽക്കുന്നൊരവസ്ഥ നീ സൃഷ്ടിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ രോഗശമനം പ്രദാനം ചെയ്യണേ അല്ലാഹ്. പരിപൂർണ ഈമാനോടുകൂടി മരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. സ്നേഹമുള്ളവരെ, ഞാൻ പതിവിന് വിരുദ്ധമായി ഇരിക്കാൻ കാരണം ഇന്നലെ നന്നായിട്ടൊന്ന് പനിച്ചു. ഞാൻ ഇന്നിവിടെ വരാൻ കഴിയുമെന്ന് കരുതിയതല്ല. എന്തായാലും ഈ പ്രദേശവുമായുള്ള ബന്ധവും നമ്മുടെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസിയുമായുള്ള പ്രാസ്ഥാനിക ബന്ധവും വ്യക്തിബന്ധവും ഒക്കെ മുൻനിർത്തി എന്തായാലും വരൽ നിർബന്ധമാണ് എന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ട് ഇനിയൊന്ന് വിളിച്ചു മുടക്കണ്ട, 2 മണിക്ക് എത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് പാലിക്കാൻ എനിക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. നല്ല പരിവലിച്ചോടെ കയ്യുകാലൊക്കെ നല്ല വേദന. അതുകൊണ്ട് മാത്രമാണ്, അല്ല നിങ്ങൾ ധിക്കാരമായി കാണരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇരുന്നു കൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിൽക്കുമായിരുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിന്റെ ഒരന്ത്യഘട്ടത്തിലാണ് ഇപ്പൊ നമ്മളൊക്കെ ഉള്ളത്. 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ റമദാൻ കഴിഞ്ഞു എന്നുള്ളൊരു ധാരണയാണ് പൊതുവെ നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ 27-ാം രാവ് മാത്രമല്ല, റമദാന്റെ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ വളരെ പ്രധാനപ്പെട്ട 29ന്റെ രാവാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ലൈലത്തുൽ ഖദ്ർ ഏത് രാവാണ് എന്നതിനെ കുറിച്ച് കൃത്യമായി നമുക്കൊരു കണക്കൊന്നും വെക്കാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞത് അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കുക എന്നാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം ഉണ്ടാവും, പിന്നെ 27-ാം രാവ് ഇങ്ങനെ പ്രാധാന്യത്തോടുകൂടി വന്നത് എങ്ങനെ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ പഴയ കാലത്തെ കാരണവന്മാര് അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തു പോരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. കാരണം നമ്മൾ സ്വന്തമായി തീരുമാനിക്കുന്നില്ല. പഴയ കാലഘട്ടം മുതലേ കാരണവന്മാർ ചെയ്തു വരുന്ന ചില പ്രവർത്തനങ്ങൾ അത് നമ്മൾ ശരിക്ക് പരിശോധിച്ച് അതിന്റെ അടിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എന്തെങ്കിലും ഒരു അസുഖം തീർച്ചയായും ഉണ്ടാക്കും. പഴയ ആൾക്കാർക്ക് ഒരിക്കലും തെറ്റുപറ്റൂല. നമ്മളെ പുതിയ ആൾക്കാരെ പോലെ എല്ലാവരും ആ പണ്ട് കാലം മുതലേ 27-ാം രാവ് ഇങ്ങനെ പോരാൻ കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചില പ്രധാനപ്പെട്ട സ്വഹാബത്തിൽ നിന്നുമുള്ള ചില ഉദ്ധരണികൾ 27-ാം രാവിന് ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത്, ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബഹുമാനപ്പെട്ട ഇമാം നമ്മുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ
ആ മഹാനുഭാവൻ ചില ന്യായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മനസ്സ് കൊള്ളുന്ന ചില ന്യായങ്ങൾ 27-ാം രാവാൻ സാധ്യത കൂടുതലുണ്ട് എന്നതിന് അദ്ദേഹം പറഞ്ഞായി കണകை. അവസാനത്തെ 10-ലാണ് എന്ന കാര്യത്തിൽ സ്വാഭാവികമായും ഹദീസുകൾ ഒരുപാട് ഹദീസുകൾ വന്നതുകൊണ്ട് അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകളാണ് എന്ന കാര്യത്തിൽ തർക്കം വളരെ കുറവാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുന്ന ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിൽ കൊള്ളുന്ന ഒരൊറ്റ കാര്യം അദ്ദേഹം പറഞ്ഞു, ഈ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ച പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ശഹർ. അവസാനം മത്ലഉൽ ഫജ്ർ വരെയുള്ള ആ ആയത്ത് നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ കാണാൻ കഴിയും. അന്ന സൂറത്ത്, ഈ സൂറത്ത് 30 കലിമത്തൻ 30 കലിമത്താണ് ആ വാചകങ്ങളുള്ളത്. ശരിക്കും നമ്മൾ എണ്ണിയ കണക്കാക്കുന്നത് എണ്ണിയോ കൊണ്ട് വീട്ടിൽ പോയിട്ട് അപ്പോഴേ ഒഴിവ് സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഒഴിഞ്ഞിരിക്കുമ്പോഴോ മുസാഫ് എടുത്ത് മറിച്ചു കിട്ടുന്ന കലിമത്ത് എണ്ണിയോ കൊണ്ടു അങ്ങനെ എണ്ണിയോ എണ്ണലിങ്ങനെയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ഇങ്ങനെ എണ്ണിയോ കൊണ്ടു. അങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ 30 കലിമത്തുണ്ടാവും. 30 കലിമത്തുണ്ടാവും. കൈമേനെ എണ്ണിയോ കൊണ്ടു. ആ 30 കലിമത്തുകൾ എണ്ണുമ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, വ കലിമത്തു ഹിയ എന്ന് പറയുന്ന കലിമത്ത്. ഇതിങ്ങനെ എണ്ണി നോക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മളിങ്ങനെ എണ്ണിയാല് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ. ഹിയ എന്ന അത് ആ ഹിയ എന്ന് പറയുന്ന കലിമത്ത്, ആ കലിമത്ത് ഇങ്ങനെ എണ്ണുമ്പോൾ ഇങ്ങനെ എണ്ണിയെത്തിയാൽ അത് 27-ാമത്തെ കലിമത്തായിട്ട് കാണാൻ കഴിയും. അത് അത് എന്ന് പറയുന്ന വാക്ക് 27-ാമത്തെ വാക്കാണ്. അപ്പൊ അത് 27-ാമത്തെ വാക്കാകുമ്പോൾ സ്വാഭാവികമായും ഈ 27 എന്ന ആ ദിവസത്തിന് പ്രത്യേകത ഉണ്ട് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയുടെ വാദം. അപ്പൊ അതുകൊണ്ടായിരിക്കാം പണ്ടത്തെ ആൾക്കാർ 27 അവന് വലിയ പ്രാധാന്യം കൽപ്പിച്ചത്. അങ്ങനെയാണല്ലോ. അത് ശരിക്ക് സബം വൈശ്രൂന കലിമത്തന്നെ 77-ാമത്തെ കലിമത്തായിട്ടാണ് ഹിയ എന്ന വാക്ക് വരുന്നത്. അത് നമുക്ക് ശരിക്കും എണ്ണിയൊക്കെ മനസ്സിലാക്കി. നിങ്ങൾ ഇന്ന് പോയിട്ടൊന്ന് എണ്ണിയൊക്കൊണ്ടു. ഞാൻ പറഞ്ഞ പോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്രി അങ്ങനെ മുറിച്ച് കലിമത്ത് എണ്ണുമ്പോൾ 27-ാമത്തെ കലിമത്തായിട്ട് കൃത്യമായിട്ട് ഈ ഹിയ അത് എന്ന് പറയുന്ന വാക്ക് വരും. അത് വരുമ്പോ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 27-ാമത്തെ വാക്കാണത്. രണ്ടാമത്തെ ഒരു ഉദാഹരണവും കൂടി അദ്ദേഹം പറയുന്നത്, ഇബ്നു അബ്ബാസ് തന്നെ മോശക്കാരനൊന്നുമല്ലോ. രണ്ടാമത്തെ ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നത് 27 രാവാകാൻ സാധ്യത എന്നതിനെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ കാര്യം ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്ന പദം, ലൈലത്തുൽ ഖദ്ർ എന്ന വാക്കില് അക്ഷരങ്ങളെ കണക്കൂട്ടിയാൽ അത് 9 ഹർഫാണ്. ഇപ്പൊ ലൈലത്തുൽ ഖദ്ർ ലാം യാ ലൈ ല തു അ അലിഫ് ലാം ഇ ക ദ ർ 9 ഹർഫാണ്. ലൈലത്തുൽ ഖദ്ർ 9 ഹർഫാണ്. എണ്ണിയെ കൊണ്ടു. ലൈലത്തുൽ ഖദ്ർ ലൈ ല തു അലിഫ് ലാം ഉണ്ട്, അലിഫുൽ ലാം അൽ ക ദ ർ. ലൈലത്തുൽ ഖദ്ർ 9 ഹർഫാണ്. ഈ 9 അക്ഷരമുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന പദം, ആ കലിമത്ത് പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തിൽ 3 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. 3 വട്ടം പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കണില്ലേ? 3 വട്ടം ഉണ്ട്. അപ്പൊ ഒരു ലൈലത്തുൽ ഖദ്ർ എന്ന ഒന്നിൽ 9 ആകുമ്പോ 3 വട്ടം പറയുമ്പോ 9 എത്രയായി? 27. അപ്പൊ 27 ആവുമ്പോൾ ലൈലത്തുൽ ഖദ്ർ 27-ാം രാവാകാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് മഹാനോകളുടെ അഭിപ്രായം. അപ്പൊ ഈ 2 അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ 27 കൂടുതൽ സാധ്യത. ഇത് നേരത്തെ പറയേണ്ടതാണ്. അപ്പോൾ 27 അവന്റെ ഭാഗത്തൊന്നുകൂടി മനസ്സിലാവുള്ളൂ. ഇപ്പൊ പറയേണ്ടതല്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. പിന്നെ ഒരു അഭിപ്രായം ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് സാധാരണ പറഞ്ഞു വരുന്ന എല്ലാ മഹാന്മാരും പറഞ്ഞ കാര്യം തന്നെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹബ്ബുൽ അഅദാദി ഇലല്ലാഹി തആല അൽ വിത്ർ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണം ഒറ്റപ്പെട്ട എണ്ണമാണ് പടച്ചറബിന് ഏറ്റവും ഇഷ്ടം.
വഅഹബ്ബുൽ വിത്രി ഇലല്ലാഹി തആല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒറ്റപ്പെട്ട എണ്ണം 7ാമത്തെ 7 എന്ന് പറയുന്ന എണ്ണമാണ് പടച്ചറബിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടെ തന്നെ പറഞ്ഞു, വദക്കറ, അദ്ദേഹം ഉദ്ധരിച്ചു, ആ സബഅ സമാവാത്ത് 7 ആകാശത്തെ, അതുപോലെ തന്നെ 7 ഭൂമിയെ, അതുപോലെ തന്നെ തവാഫിന്റെ 7 എണ്ണത്തെ, നരകത്തിന്റെ 7 തട്ടുകളെ, ആഴ്ചകളുടെ 7 എണ്ണത്തെ, സുജൂദിൽ നമ്മൾ നിലത്ത് വെക്കുമ്പോൾ 7 അവയവങ്ങളാണ്. ഇങ്ങനെ 7കളെ പടച്ചറപ്പിന് ഇഷ്ടമാണ്. അവസാനത്തെ 10 7 എന്ന് പറഞ്ഞാൽ 27. അപ്പൊ അങ്ങനെ വരുമ്പോഴും 27ാം രാവിന് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയും. ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിനൊക്കെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അതുകൂടി പറയാനെന്ന് പറഞ്ഞത്, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 27ാം രാവ് എന്നാണ് എന്ന് ശരിക്കും ബോധനം കൊടുത്തു. 27ാം രാവ് എന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തു കൃത്യമായിട്ട്. അത് ഇന്ന ദിവസമാണ് എന്ന് നബി തങ്ങൾക്ക് ബോധ്യമായപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഈ ബോധ്യപ്പെട്ട സംഗതി സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പള്ളിക്ക് വരിക. ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്, ഞാൻ പുറപ്പെട്ടു, ഖറജ്തു, ഞാൻ പുറപ്പെട്ടു, യുഖ്ബിറക്കും, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി, അൽ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടത്. ഏത് ദിവസമാണ് ഞാൻ പറയാൻ വരിക. ആ സമയത്ത് ഫതനാഹ റജുലൈനി, 2 ആൾക്കാർ തമ്മിൽ തർക്കിക്കുന്നത് കണ്ടു. 2 ആള് തമ്മിൽ ഭയങ്കര ശണ്ട, കച്ചറ, അങ്ങാടിയിൽ ഭയങ്കര പ്രശ്നം. ഇവർ തമ്മിലടിക്കുക, 2 മുസ്ലിമീങ്ങൾ തമ്മിലടിക്കുക. 2 മുസ്ലിമീങ്ങൾ തമ്മിൽ, ഒരു ഹദീസിൽ മുസ്ലിമീ 2 മുസ്ലിമീങ്ങൾ തന്നെ, 2 മുസ്ലിമീങ്ങൾ തമ്മിൽ തല്ലുന്ന കാഴ്ച കണ്ടപ്പോ ഫറുഫിയത്ത്, അല്ലാഹു അത് ഉയർത്തിന്റെ മനസ്സെന്ന്. ഏതാണ് ആ ദിവസം ഉയർത്തി? അപ്പൊ മുസ്ലിമീങ്ങൾ ശണ്ട കൂടിയതാണ് നബിത്തങ്ങൾ ഇത് മറക്കാനുള്ള കാരണം. അപ്പൊ ശണ്ട കൂടിയാൽ നമുക്കുള്ള ഹൈറൊക്കെ പോകുന്ന എന്ന് മനസ്സിലാക്കും. അപ്പൊ നബിത്തങ്ങൾ വന്നുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് വരിക, നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് പറഞ്ഞു തരാനുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. ആ ഉദ്ദേശത്തിൽ ഞാൻ വരുന്ന സമയത്ത് വഴിയിൽ ഇങ്ങനെ സംഭവിച്ചപ്പോ ഞാനത് മറന്നുപോയി എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, ലൈലത്തുൽ ഖദ്ർ ഏറ്റവും പുണ്യപ്പെട്ട ദിവസം. അത് നമുക്ക് പറഞ്ഞു തരാൻ നബിത്തങ്ങൾ വരുമ്പോൾ മറന്നു പോകാൻ കാരണം മുസ്ലിമീങ്ങൾ തമ്മിൽ തല്ലി. ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് നാശം മുഴുവൻ നമ്മൾ തമ്മിൽ തല്ലുമ്പോഴാണ്. നമ്മൾ തമ്മിൽ തല്ലിയിട്ടുണ്ടോ, നമ്മൾ തമ്മിൽ പണങ്ങിയിട്ടുണ്ടോ? അല്ലാതെ ഒരു ശത്രുവിന് ഇസ്ലാമിനെ നശിപ്പിക്കാൻ കഴിയില്ല. ലോകത്ത് ഒരു ശത്രുവിനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ പറ്റൂല. ഇസ്ലാമിനെ നശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ കൊണ്ട് തന്നെ ഏർപ്പാടുണ്ടാക്കും. അങ്ങനെയാണല്ലോ ലോകത്ത് പരിശുദ്ധ കഅബ ഒരാൾക്കും തകർക്കാൻ പറ്റൂല, ഒരാൾക്കും കഅബ തകർക്കാൻ പറ്റൂല. അത് മുസ്ലിമീങ്ങൾ തന്നെ ഭിന്നിച്ച് നമ്മൾ പല കക്ഷികളായി നമ്മൾ തമ്മിലടിക്കുമ്പോഴേ ഹറമിന് കുഴപ്പമുണ്ടാവും. അപ്പൊ ലോകത്ത് ഇസ്ലാം നശിക്കുന്നത് നമ്മളെ കൈയോടെ. നമ്മൾ 100 ഗ്രൂപ്പ് ആവുക, നമ്മൾ തമ്മിൽ തല്ലുക, നമുക്ക് ഐക്യമില്ലാതെ ആവുക. അതൊക്കെയാണ് ശരിക്കും നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. അവിടെ തന്നെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, 27ാം രാവിന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാന്റെ അവസാനത്തെ 10 പറയുന്നുണ്ട്, 1ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ജനങ്ങളെ വിളിച്ചിട്ട് ചോദിക്കും, ജനങ്ങളെ, എല്ലാരും വിളിച്ചിട്ട് ചോദിക്കും, ജനങ്ങളെ, ആരെങ്കിലും എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടോ? ഞാൻ പുറത്ത്. ആരെങ്കിലും എന്നോട് ഹവായിജുകൾ വല്ലതും ചോദിക്കുന്നുണ്ടോ? ഞാൻ അവർക്ക് കൊടുക്കും. ആര് എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബ് നളറല്ലാഹു സുബ്ഹാനഹു വ തആല ഇലൈഹിം വഅഫറ ലഹും ഹദീസ്, അള്ളാഹു അവർ നോക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. റമദാന്റെ അവസാനത്തെ രാത്രി കൈപ്പെട്ടതാ. അള്ളാഹു ആകാശ ലോകത്ത് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു ജഡമായി ഇറങ്ങി വരുന്നല്ലേ അർത്ഥം. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വന്നിട്ട് നമ്മളെ നോക്കിയിട്ട് പടച്ചറപ്പ് പറയും, ആര് എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് പുറത്തു കൊടുക്കും. 10-30 ദിവസം നോമ്പ് നോക്കാൻ നിയ്യത്ത് ചെയ്ത് 20-29 ദിവസം നോമ്പ് നോറ്റ ആൾക്കാരാ, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു നോക്കും. 4 പേർക്ക് പടച്ചറപ്പ് പൊറുക്കന്നില്ല. 4 കൂട്ടർക്ക് പടച്ചറപ്പ് പൊറുക്കന്നില്ല. ആ 4 കൂട്ടർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഓർക്ക് പൊറുക്കൂല. അതിലൊന്നാരാ? ഒന്ന് മുദമ്മിനുൽ ഖംറാണ്, കള്ള്, ഗഞ്ചാവ്, മയക്കുമരുന്ന്, ഇതുമായി ബന്ധപ്പെടുന്ന ആൾ. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ സദസ്സിലുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരൻ ശ്രദ്ധിച്ചോ? മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട, മദ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഏർപ്പാടിലെങ്കിലുണ്ടെങ്കിൽ 27ാം രാവല്ല, 29ാം രാവല്ല, റമദാൻ മുഴുവനല്ലെങ്കിൽ എത്ര നിസ്കരിച്ചിട്ടും പടച്ചറപ്പ് പൊറുക്കൂല. അള്ളാഹു തീർത്ത് പറഞ്ഞത് 4 പേർക്കല്ലാത്തവർക്കൊക്കെ ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കൂട്ടർ പട്ടികക്ക് പുറത്താ. ആ 4 കൂട്ടരിൽപ്പെട്ട ഒന്നാണ് മയക്കുമരുന്നും മദ്യവുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ. ഇപ്പൊ റമദാനാണ് കഴിഞ്ഞാൽ പെരുന്നാളിന് തുടങ്ങിയാൽ പിന്നെ എന്താ ചെയ്യുന്നു വെച്ചിട്ടുണ്ടാവില്ല. ഇതുവരെയുള്ള എല്ലാം കളഞ്ഞു കുടിക്കും. അവിടെ ശരിക്കും ശ്രദ്ധിച്ചോളൂ, മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ജീവിച്ച് പിന്നെ വെറുതെ റമദാനിന് തൽക്കാലം വന്ന് തക്ബീർ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല.
അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. നല്ലോണം ശ്രദ്ധിച്ചോ. ഈ മദ്യം, മയക്കുമരുന്ന് എന്നിവ മനുഷ്യനെ എല്ലാ നിലക്കും നശിപ്പിക്കുന്ന സാധനം, എല്ലാ നിലക്കും നശിപ്പിക്കുന്ന സാധനം. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം റമദാൻ കഴിഞ്ഞാലും നമ്മൾ നന്നാവണം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വിഷയം പ്രത്യേകം പറയാൻ കാരണം. മദ്യം, മയക്കുമരുന്ന് എന്നിവ മനുഷ്യനെ നശിപ്പിക്കുന്നത് 5 തരത്തിലും നാശമാണ് എന്ന് ഖുർആന്റെ തഫ്സീർ പറഞ്ഞു. 5 തരത്തിൽ നാശമാണ്. 5 തരത്തിൽ നാശം നടന്ന ഈ ഇരിക്കുന്ന ആളുകളൊന്നും അതിൽ ബന്ധപ്പെട്ട ആൾക്കാരാവില്ല. പക്ഷെ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ ആയത്തിന്റെ തഫ്സീറിലുണ്ട് 5 തരത്തിൽ ഇത് മനുഷ്യനെ ബാധിക്കും. ശരിക്കും നോക്കിക്കോ, ശഖ്സിയത്ത്, സിഹിയത്ത്, മാലിയത്ത്, ദീനിയത്ത്, ഇജ്തിമാഇയത്ത്, 5 നിലക്ക് മനുഷ്യനെ ബാധിക്കുമെന്ന് തഫ്സീറിലുണ്ട്. 5 നിലക്ക് ബാധിക്കുമെന്ന് ശഖ്സിയ, സിഹിയ, ദീനിയ, മാലിയ, ഇജ്തിമാഇയ. ഈ 5 നിലക്ക് ബാധിക്കുന്നതാണ് എന്നുള്ളത്. ഏതാണ് കാരണം? 5 ഏതാ? ഒന്ന് സിഹിയ, ആരോഗ്യം ഉറപ്പാ. ആരോഗ്യം തകരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല. മദ്യം ഉപയോഗിച്ചാൽ ആ മനുഷ്യന്റെ ശരീരം ഒന്നിനും കൊള്ളാത്തതുപോലെ, അവന്റെ കരള് അരിപ്പ പോലെയോ. മദ്യം ഉപയോഗിക്കുന്ന മനുഷ്യന്റെ കരള് നശിക്കും, അത് പറയണ്ടല്ലോ. 2 ശഖ്സിയ, വ്യക്തിത്വം, പേഴ്സണാലിറ്റി. കള്ളു കുടിക്കുന്ന, മദ്യപിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ജനങ്ങൾക്ക് മതിപ്പുണ്ടാവില്ല. ഓന്റെ അടുത്ത് രാത്രി കൊണ്ടാറി, ഓനെ കുറിച്ച് ജനങ്ങൾക്ക് മതിപ്പുണ്ടാവില്ല. അവനെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു ഗൗരവം ഉണ്ടാവില്ല. ഓന്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി പോകും, ഓന്റെ ഹൈബത്ത് പോകും. 2, 3 ദീനിയ, മതപരം. അവൻ മതപരമായി അവൻ മദ്യപിക്കുന്ന സമയത്ത് ഈമാൻ അവൻ അകന്നു നിൽക്കുന്നു. അവനും ഈമാനും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. ഈമാനികമായി ആ മനുഷ്യന് യാതൊരു ചൈതന്യം ഉണ്ടാവില്ല. 4മത്തേത് ഇജ്തിമാഇയ. ഇജ്തിമാഇ എന്ന സാമൂഹ്യനാശം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു കള്ളുകൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഓനെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഒരു പെണ്ണിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല, വലിയ പ്രശ്നമാണ്. ഓന്റെ ഭാര്യനെ തന്നെ അടിച്ചിട്ടും കുത്തിയിട്ടും കുഴപ്പാക്കിയിട്ടും ഓന്റെ മക്കളെ അന്യാധീനായിട്ട് ആ മക്കളെ സമൂഹം പോറ്റേണ്ടി വരും. ഒരു സാമൂഹ്യ ദുരന്താണ്, ഇജ്തിമാഇയ ദുരന്ത. സമൂഹത്തിന് വലിയ ബാധ്യതയാണ് ഒരു കള്ളുകൂടിയാണ്. അവസാനത്തേത് മാലിയ, സാമ്പത്തികം. എത്ര പൈസ തയ്ച്ചാലും ഓന് തികയില്ല. കൂലി കിട്ടിയാൽ തികയില്ല, ശമ്പളം കിട്ടിയാൽ തികയില്ല, കട്ടെടുത്താലും തികയില്ല. പൈസ ഇതിനുണ്ടാക്കിയിട്ട് കുടിച്ചിട്ട് പൈസ കടം വാങ്ങിയിട്ടാണ് ഒന്നായിട്ട് നശിക്കും. അങ്ങനെ മയക്കുമരുന്നിനും മദ്യത്തിനും വേണ്ടി പണം കടം വാങ്ങി തൊലഞ്ഞു പോയ ആൾക്കാരെത്തരുണ്ട്. അള്ളാഹു നമ്മളെ ബന്ധുക്കളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരും എല്ലാം ചെന്ന് ചാടുന്ന അപകട മേഖലയാണ്. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചോ, കള്ളുമായി ബന്ധപ്പെടുന്ന, മദ്യവുമായി ബന്ധപ്പെടുന്ന ആൾക്ക് പടച്ചിറപ്പ് പുറത്തു കൊടുക്കൂല. റമദാന്റെ അവസാനത്തെ 10-ൽ പടച്ചിറപ്പ് വാനലോകത്ത് ഇറങ്ങി വന്നുകൊണ്ട് വിളിച്ചു ചോദിക്കുമ്പോ ഇവര് പോയത് ഒഴിവാണ്. 2മത്തെ ഒരു കൂട്ടർ ആക്കുല്ലി വാലിദേക്ക്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആൾക്കാർ. നല്ലോണം ശ്രദ്ധിച്ചോ. നമ്മൾ ഈ പ്രായത്തിലെത്താൻ കാരണം നമ്മളെ മാതാപിതാക്കളാണ്. ഉമ്മയും ഉപ്പയും നമുക്ക് ചെയ്തു തന്ന ഗുണത്തെ ശരിക്കുകൾ മാനിക്കണം. അവനാന്റെ വാപ്പാനിമാനെ വെറുപ്പിച്ചിട്ട് ഒരു പണിയെടുത്തിട്ട് കാര്യമില്ല. അപങ്ങൾ ചോദിക്കും, ഉമ്മാന്റെ സ്വഭാവം മോശമാണ്, ബാപ്പാന്റെ സ്വഭാവം മോശം. അതിനെന്താ പ്രശ്നം? ബാപ്പാന്റെ സ്വഭാവം മോശമായിക്കോട്ടെ, മോശപ്പെട്ട സ്വഭാവത്തിന്റെ മേൽ ക്ഷമിക്കണ്ടേ നമ്മള്? അങ്ങനല്ലേ? ഒരു കുട്ടി അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക, ഒരു കുട്ടി ഓടി വന്നു. അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് നേരിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്നലി വാലിദത്തുൻ വഹിയ തുദീനി ബിലിസാനിഹാ. നബിയെ, എനിക്കൊരു ഉമ്മയുണ്ട്, വഹിയ തുദീനി ബിലിസാനിഹാ. ആ ഉമ്മ എപ്പോഴും എന്നെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കും. ആ ഉമ്മ എന്നെ എപ്പോഴും ചീത്ത പറയും. ബാപ്പണിലും തന്നെ വാപ്പിന്റെ കണക്കുന്ന കാര്യത്തിൽ എന്നെ വല്ലാതെ ചീത്ത പറയും. ഏത് സമയത്തും എന്നെ ബുദ്ധിമുട്ടിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ശ്രദ്ധിച്ചില്ല. വീണ്ടും ആ കുട്ടി ചോദിച്ചു, പിന്നെയും ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അദ്ദിഹഖഹ, ആ മാതാവിന് നീ കൊടുക്കാനുള്ള അവകാശം കൊടുക്കണം മോനെ. നിന്റെ ഉമ്മാനോട് നീ നിർവഹിക്കേണ്ട കടപ്പാട് നീ നിർവഹിച്ചിരിക്കണം മോനെ. ആ കുട്ടി അത് കേട്ടപ്പോ പിന്നെയും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കി നിന്നു. ഈ കുട്ടി പറയുന്നത് എന്താ? എന്റെ ഉമ്മ എന്നെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട്, എന്റെ ഉമ്മ എന്നെ വല്ലാതെ ചീത്ത പറയുന്നുണ്ട്. നബിതങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ഈ കുട്ടിയുടെ മനസ്സ് വായിച്ചുകൊണ്ട് ആ കുട്ടിയോട് പറഞ്ഞു, വല്ലാഹിലോ ഖതഅത ലഹബക, നിന്റെ ദേഹത്തിന് ഒരു കഷ്ണം ഉമ്മ അങ്ങ് മുറിച്ചെടുത്തു, നിന്റെ ദേഹത്തിന് ഒരു കഷ്ണം ഇറച്ചി ഉമ്മ ചെത്തിയെടുത്തു. ഒരു കത്തി എടുത്തുകൊണ്ട് നിന്റെ ഉമ്മ നിന്റെ ദേഹത്ത് നിന്നൊരു കഷ്ണം അങ്ങ് ചെത്തിയെടുത്താൽ നീ ഉമ്മാക്ക് നിർവഹിച്ചു കൊടുക്കാനുള്ള അവകാശത്തിന്റെ 4-1 ആയിട്ടില്ല മോനെ.
നിന്റെ ഉമ്മാക്ക് നിന്റെ ദേഹത്തൊരു കഷ്ണം ചെത്തിയെടുക്കാനുള്ള അവകാശമുണ്ട്. അത് ചെത്തിയെടുത്താൽ പോലും നീ അങ്ങോട്ട് കൊടുക്കേണ്ട അവകാശത്തിന്റെ 4/1 ആയിട്ടില്ല മോനെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ദേഷ്യം പിടിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മൾ ക്ഷമിക്കണം. പിന്നെ പ്രായമായ ഉമ്മാരുപ്പാരൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവം ദേഷ്യം പിടിക്കാതിരിക്കണം. അതാണ് ഏറ്റവും വലിയ സംഗതി. നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. നോമ്പൊക്കെ നോൽക്കുമ്പോൾ നമ്മൾ ശരിക്കും സ്വഭാവം നന്നാക്കാൻ നല്ല ക്ഷമ വേണം. ക്ഷമ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പണിയാ. മദീനത്തെ പള്ളിയിൽ ഒരു ദിവസം നബിതങ്ങൾ ഇങ്ങനെ സ്വഹാബത്തിന് ഇരുന്നിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുക. ഹദീസിലുണ്ട്, നബിതങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് സ്വഹാബത്തിന്റെ ക്ലാസ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കണം. നല്ല ക്ലാസ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോ അന്ന റജുലൻ അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖിബലി വജ്ഹിഹി. ഹദീസിലങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ മുമ്പ് കൂടെ ഒരു ചെറുപ്പക്കാരൻ വന്നു. നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുക, സ്വഹാബത്തിന് ക്ലാസ് എടുക്കുക. ഒരു ചെറുപ്പക്കാരൻ നേരെ നബി തങ്ങളെ മുമ്പേക്ക് ഇങ്ങനെ വന്നു. നബി തങ്ങളെ മുമ്പേക്ക് നേരെ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോ നബി തങ്ങൾ നോക്കി. ഇയാൾ വന്നിട്ട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്. നബിയെ ഏറ്റവും നല്ലൊരു അമലെന്താ? ഏറ്റവും നല്ലൊരു അമലെന്താ? അതെനിക്ക് പറഞ്ഞു തരണം. ഇയാള് നേരെ നബിന്റെ മുമ്പ് കൂടെ വന്ന് അകത്തന്റെ ഹദീസ് വളരെ വിശാലമായ ഹദീസാണ്, ശ്രദ്ധിക്കണം. നബിതങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരെ മുമ്പ് കൂടെ വന്നിട്ട് ചോദിച്ചു, നബി ഏറ്റവും നല്ലൊരു അമലെന്താ എനിക്ക് പറഞ്ഞാൽ എനിക്ക് അമല് ചെയ്യാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റടിക്ക് അവരോട് പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് മോനെ, നല്ല സ്വഭാവം, അതന്നെ വലിയ അമലുകാർ. അപ്പൊ ഈ കുട്ടി, ഈ ചെറുപ്പക്കാരൻ ചിന്തിച്ചു, എന്താ പതൊരു അമല? സൽസ്വഭാവം എന്ന് പറഞ്ഞ അമലല്ലോ, ഓരോ മനസ്സിക്ക് കൊണ്ടില്ല. ആ മറുപടി ഓരോ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഓരോ അത്ര കൊണ്ടില്ല. അങ്ങനെയാണല്ലോ, ചോദിച്ചതിന് നല്ലൊരു മറുപടി അല്ല കിട്ടിയത് അവന്റെ അഭിപ്രായം. ഓൻ ചോദിച്ചത് നല്ലൊരു അമല, നബിതങ്ങൾ പറഞ്ഞത് സൽ സ്വഭാവം. അപ്പൊ ഇവരിങ്ങനെ തോന്നി ആ മറുപടി ശരിയല്ലല്ലോ. അങ്ങനെ ക്ലാസ് നബിതങ്ങൾ തുറന്നു ഓരോട് പോയിച്ചു. അതേ ഹദീസിൽ പറയുന്നു, സുമ്മ അതാ അൻ യമീനിഹി, അതേ ആള് നബിതങ്ങളെ വലത്തെ ഭാഗത്തൂടെ വന്നു. വരുന്ന തോന്നന്നെ വലത്തെ ഭാഗത്ത്, അങ്ങനെ ഹദീസിൽ അതാ അൻ യമീനിഹി, വലത്തെ ഭാഗത്തൂടെ വന്നു. വന്നിട്ട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ലൊരു അമലെന്താ? ചോദ്യം അതന്നെയാണ്, ആളും തന്നെ. സ്ഥലമൊന്ന് മാറി. നേരത്തെ മുമ്പ് കൂടെ വന്നത് ഇപ്പൊ ഇതിലേ വന്നു. ആള് മാറിയിട്ട് നബി കരുതിക്കോട്ടെ. എന്താവട്ടെ ഓ ചോദിച്ചു. നബി തങ്ങൾ നേരെ ഓരോട് മറുപടി പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്. രണ്ടാമട്ടും കിട്ടിയ മറുപടി അതന്നെ. ആദ്യത്തെ തവണ ചോദിച്ചപ്പോൾ നബി തങ്ങൾക്ക് പിഴച്ചതാവാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവൻ രണ്ടാമത് വലത്തെ ഭാഗത്തുകൂടെ വന്ന് ചോദിച്ചു. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു ഹുസ്നുൽ ഖുൽഖ്. ഓൻ അപ്പോഴൊന്നും മനസ്സിൽ കയറില്ല. കാരണം എന്താ? അതിപ്പോ ഒരു പണിയല്ലേ. ഒരു അമല് ചോദിക്കുമ്പോ സ്വൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവനത് മനസ്സിക്ക് തീരെ യോജിക്കണില്ല. മനസ്സിക്ക് തീരെ യോജിക്കാത്തതുകൊണ്ട് ഓൻ ചെയ്തു, സുമ്മ അതാ അൻ ശിമാലിഹി, പിന്നെ ഇടഭാഗത്ത് കൂടെ ഓൻ പിന്നെ നബിതങ്ങളെ ഇടത്തെ ഭാഗത്ത് കൂടെ വന്നെ. ഇതേ ആളിനെയാണ്. നമ്മളാണെങ്കിൽ അപ്പൊ തന്നെ ദേഷ്യം പിടിച്ച് ആട്ടി വിട്ടിട്ടുണ്ടാവും, ആലോചിച്ചോക്കണം. അവിടെ സ്വഭാവം മനസ്സിലാക്കണം. നമ്മളെടുത്ത് കാണാൻ മൂന്നാമത്തെ ചോദ്യം കൊണ്ട് വെന്നെങ്കിൽ കോലകരുണ്ടാവും. ഇവ മൂന്നാമത്തെ വട്ടം വന്നു ചോദിച്ചാൽ അതേ ചോദ്യം, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു ഹുസ്നുൽ ഖുൽഖ്. അപ്പോഴും നബിതങ്ങൾ മൂന്നാമത്തെ മറുപടി തന്നെ. ഓൻ നിർത്തുന്നില്ല. സുമ്മ അതാ മിൻ വറാഇഹി, പിന്നെ പുറകു കൂടെ വന്നെ, പിന്നെ ബാക്ക് കൂടെ വരുന്ന ഓൻ തന്നെയാണേ. ഇതേ ഹദീസ്. ഓൻ ബാക്ക് കൂടെ വരിക. ബാക്ക് കൂടെ വന്നിട്ട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്, നല്ലൊരു അമലേതാ നബിയെ? ഹദീസിന്റെ ഫൽതഫത ഇലൈഹി റസൂലുള്ളാഹി, നബി തങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് അവരോട് പറഞ്ഞു, മാ ലക ലാ തഫ്ഖഹ്, എന്താണ് എനിക്ക് മനസ്സിലാവണില്ലേ? കണക്കിന് ചൂടാവണില്ലല്ലോ. മാ ലക ലാ തഫ്ഖഹ്, എനിക്ക് എന്താണ് മനസ്സിലാവണില്ലേ? ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. എന്നിട്ടൊന്ന് വിശദീകരിച്ചു കൊടുത്തു. ആ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ വദാലിക അല്ലാത്ത അളവ്, ഈ ചൂടാവാതിരിക്കലാണ്. ഇനിസ്തതഅത, കഴിയുമെങ്കിൽ ഒരു വിഷയം ഉണ്ടാവുമ്പോ പരമാവധി ചൂടാവാതിരിക്കലാണ് നല്ല സ്വഭാവം എന്ന് ഈ വ്യക്തിക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നമ്മളാണെങ്കിൽ ബാക്ക് കൂടെ വരാനൊന്നും നിൽക്കണ്ട. രണ്ടെട്ടം വന്നാൽ തന്നെ നമ്മൾ ചൂടായിട്ടുണ്ടോ? നബിതങ്ങൾ 4 വട്ടം വന്നിട്ട് ഒന്നും ചൂടായില്ല എന്ന് മാത്രമല്ല, വളരെ സമാധാനത്തിൽ പഠിപ്പിച്ചു കൊടുത്തു. ഈ അവതരണത്തിൽ തന്നെ ഉണ്ട് മനുഷ്യന്റെ സ്വഭാവം നന്നാവണം. എന്നാ പറഞ്ഞതും സ്വഭാവം നന്നാവണം. അപ്പൊ നമ്മളൊക്കെ എപ്പോഴും ദ്വാരക്കേണ്ടത് നമ്മുടെ സ്വഭാവം നന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും ദ്വാരക്കലുണ്ട്, അല്ലാഹുമ്മ അഹ്സിൻ ഖുലുഖി കമാ അഹ്സൻത ഖൽഖി, പടച്ചോനെ എന്റെ സ്വഭാവം എന്റെ ആകൃതി പോലെ നന്നാക്കണേ എന്ന് ദ്വാരക്കാറുണ്ടായിരുന്നു. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ദ്വാരക്കേണ്ടതാക്കുക സ്വഭാവം നന്നായ മനുഷ്യൻ നന്നായി. ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നായാൽ അവൻ ഏറ്റവും നല്ലവനാണ്. സ്വഭാവമാണ് ഒരു മനുഷ്യന്റെ അളവുകോൽ.
അതന്നെ എങ്ങനെ നിങ്ങളിപ്പോ ഇവിടെ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല മട്ടത്തിൽ വയന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ സ്വഭാവം അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഭാര്യനോടും മക്കളോട് എങ്ങനെ പെരുമാറണം. ഹിയാറുക്കുല്ലി അഖിലിഹിന്ന നിങ്ങളെ ശരിക്കുള്ള കോലം വീട്ടിൽ നിന്ന് കിട്ടുള്ളൂ, ഇവിടുന്ന് കിട്ടൂല. അത് പെരീക്കണ്ടെത്തണം, അപ്പോഴേ അതിന്റെ കോലം തിരിയുള്ളൂ. മക്കളോട് പെരുമാറുമ്പോ ഭാര്യനോട് പെരുമാറുമ്പോ അപ്പോഴെ ശരിയായ സ്വഭാവം കിട്ടുക. അപ്പൊ പെരിയിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നത് അതാണ് നിങ്ങളെ പെരുമാറ്റത്തിന്റെ അളവുകോൽ എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. അപ്പൊ ആ അളവുകോൽ അനുസരിച്ച് ദയവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, സ്വഭാവം ഒന്ന് നന്നാക്കണം. ഉമ്മാരോടും ഉപ്പാരോടും എനിക്ക് പറയാനുള്ളതാണ്, ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ഉമ്മ ഇപ്പിഞ്ഞ് എത്ര ദേഷ്യം പിടിച്ചാലും എത്ര മോശം കാണിച്ചാലും നമ്മൾ അങ്ങോട്ട് തിരിച്ചു പെരുമാറരുത്. അപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിഷയം, അള്ളാഹു ഈ റമദാന്റെ അവസാനത്തെ പത്തിൽ പ്രത്യേകം പുറത്തു കൊടുക്കുന്ന ആൾക്കാർക്ക് മാതാപിതാക്കളെ വെറുക്കണ പോലെ തിരിഞ്ഞു നോക്കില്ല. മാതാപിതാക്കൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കില്ല. അല്ലാഹു റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്? ഒരാള് മൻ അസാ വാലിദൈ, അവനാന്റെ മാതാപിതാക്കൾ ആരെങ്കിലും വെറുപ്പിച്ചാൽ, നിങ്ങളെപ്പാരിമാരികൾ വെറുപ്പിച്ചാൽ, ലം യറ സുറൂറ മിൻ വലദിഹി, നിങ്ങളെ മക്കളെ കയ്യിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. നിങ്ങളെ മക്കൾ നിങ്ങളെ വെറുക്കും, നിങ്ങളെ മക്കൾ നിങ്ങളെ വെറുപ്പിക്കും, ഉറപ്പാണ്. അത്തരമൊരു ഗതിയെ തൊട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആൾക്ക് ഒരു നിലക്കും ഒരു ഗുണവും കിട്ടൂലട്ടോ. അത് രണ്ടും. മൂന്നാമത് പറഞ്ഞാരാ? മൂന്നാമത് പറഞ്ഞത് ഖാത്തിഉർ റഹ്മ, കുടുംബ ബന്ധം മുറിക്കുന്ന ആൾ, വ്യക്തിബന്ധം മുറിക്കുന്ന ആൾ, കുടുംബ ബന്ധം. ജേട്ടനും അനുജനും തമ്മിൽ തെറ്റി നിൽക്കുന്ന ആൾക്കാർ ഈ സദസ്സിലുണ്ടോ? ഞാൻ നിങ്ങളോട് മനസ്സ് തട്ടി പറയാം, ഈ സദസ്സിൽ അങ്ങനത്തെ ആൾക്കാരെ ബാപ്പാനോട് തെറ്റി നിൽക്കുന്നവരോ, ഉമ്മാനോട് തെറ്റി നിൽക്കുന്നവരോ, അല്ലെങ്കിൽ ജേട്ടാനുജന്മാര് തെറ്റി നിൽക്കുന്നവരോ, ചില ദീനിയായ കാര്യത്തിന് വേണമെങ്കിൽ തെറ്റിക്കോളി. ഇപ്പോ ജേട്ടൻ കണ്ടുപിടിക്കണം, ഓരോട് അതിന്റെ പേരിൽ തെറ്റിക്കോളി, കുഴപ്പമില്ല. അഞ്ചം വട്ടിപ്പലിശ വാങ്ങണം, ഓരോട് അതിന്റെ പേരിൽ തെറ്റിക്കോളിയോ പറഞ്ഞിട്ട് മാറ്റണം ചെയ്ത് തെറ്റിക്കോളി, കുഴപ്പമില്ല. ദുന്യാവിന്റെ കാര്യത്തിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതിക വിഷയത്തിന് ദീനിന് വേണ്ടിയല്ല നിങ്ങൾ തെറ്റിയാൽ, ബാപ്പാന്റെ സ്വത്ത് ഓരിച്ചപ്പോ ചെറിയൊരു പ്രശ്നമുണ്ട്, അതിന്റെ പേരിൽ കൊല്ലങ്ങളോളം മിണ്ടാതെ നടക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പെങ്ങളോട് മിണ്ടാത്ത ആളുണ്ടാവും. അത് സ്വത്ത് വിഭജനത്തിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ, ഭൗതിക വിഷയത്തിന്റെ പേരിൽ നിങ്ങളെ കുടുംബക്കാരോട് നിങ്ങൾ ആരെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടോ? അങ്ങനെ തെറ്റി നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും മനസ്സിലായിക്കോ, അള്ളാന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ലാ തൻസിലു റഹ്മത്തു അലാ ഖൗമിൻ, ഒരു ഖൗമിന് റഹ്മത്തേ കിട്ടൂല, ഫീഹിം ഖാത്തിഉ റഹ്മിൻ, കുടുംബ ബന്ധം മുറിക്കുന്ന ഒരു മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ റഹ്മത്ത് അവന് കിട്ടൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എത്ര അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറഞ്ഞ കാര്യമില്ല, ഒരു കാര്യമല്ല, ഒരു പ്രയോജനമില്ല. ശരിക്കും ശ്രദ്ധിച്ചോ. ആരെങ്കിലും ഞാനിത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ, വർഷങ്ങൾക്ക് മുമ്പ് അതൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ, പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ വാഹനത്തിനടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞാൻ എന്റെ ജേട്ടനുമായിട്ട് 10 കൊല്ലായിട്ട് പഴങ്ങി നിൽക്കുക. ജേട്ടനും അനുസരിച്ച് 10 കൊല്ലായി, ഏതാണ്ട് 10 കൊല്ലായി. അതൊന്നും നന്നാവണമെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പൊ പിടിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ ആ പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചിട്ട് ഈ വിവരം പറഞ്ഞു, ഇയാളെ ഏൽപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ആ ഉസ്താദ് എന്നെ വിളിച്ചു. അപ്പൊ ഈ ജേട്ടനെ അന്വേഷിച്ചപ്പോ മൂപ്പരും എങ്ങനെയും ഒന്ന് മുട്ടാൻ കാത്തുക്കാൻ ഇടയിലൊരാൾ നിൽക്കണ്ടേ, അതാ പ്രശ്നം. തീർക്കണമെന്ന് മൂപ്പർക്ക് അതുണ്ടാവും, ചിലപ്പോൾ തീർക്കണമെന്നുണ്ടാവും, പക്ഷെ ഇടയിലൊരാൾ പെട്ടെന്ന് പോയി പറയില്ലോ. ഒരാളെ ഇതിന്റെ ഇടയിൽ നിന്നൊന്നും സംസാരിച്ചു കൊടുത്തപ്പോൾ ഭംഗി. അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങളെ കൂട്ടത്തില് കൂലി കിട്ടുന്ന ഒരു പണിയാണ്. ദുന്യാവിലെ ഏറ്റവും വലിയ കൂലി കിട്ടുന്ന പണി എന്താ അറിയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞൊരു ഹദീസുണ്ട്, അബൂ അയ്യൂബ് അൻസാരിയോട് പ്രത്യേകം പറഞ്ഞു. വേറെ ഹദീസുണ്ട്, എന്താണ്? അലാ ഉഖ്ബിറുക്കും ബി അഫ്ളല ദറജതി മിന സ്വലാത്തി വസിയാമി വസദഖതി, സ്വതക്ക കൊടുത്താലും നിസ്കരിച്ചാലും നോൽപോറ്റാലും ഒന്നും കിട്ടാത്ത വലിയൊരു ഗുണം കിട്ടുന്ന പണി ഞാൻ പറഞ്ഞിട്ട് വെച്ചു. സ്വതക്ക കൊടുത്താലും അത്ര ഗുണം കിട്ടൂല, നോമ്പോറ്റാലും അത്ര ഗുണം കിട്ടൂല, അതുപോലെ ആ പദവിക്ക് എത്തൂല. അങ്ങനത്തെ ഒരു പദവി, ആ പദവി ഞാൻ പറഞ്ഞിട്ടെ എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തോട് ബലായ റസൂലുള്ള അത്ര വലിയ നേട്ടം കിട്ടുന്ന പണിയാണെങ്കിൽ പറഞ്ഞേരി. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ചെറിയൊരു വാക്ക് പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, രണ്ടാളെ തമ്മിൽ നന്നാക്കുക. തെറ്റിക്കുന്ന രണ്ടാൾക്കാരൊക്കെ ഓർമ്മ ഉണ്ടോ? നിങ്ങൾ എന്താ ചെയ്യാ? നമ്മൾ ചെയ്യാ പരമാവധി ഒന്നും ഉറപ്പിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനല്ലേ? മറ്റവരോട് പോയിട്ട് എന്നെ പറ്റി ഇങ്ങനെ പരാത്തൊക്കെ പറയും. വെറുതെ മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കാൻ നെമ്മാവ് ആ ജാതി മനുഷ്യന്മാര് സദസ്സിലുണ്ടെങ്കിൽ ഒരു റഹ്മത്തും ആ വഴിക്ക് അടുക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കാൻ അള്ളാഹുവിന്റെ ദീനിൽ ഏറ്റവും വലിയ ഗൗരവമുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ കൊണ്ട് ഒരുപാട് നടന്നില്ലേ? മഴ കിട്ടാതെ എടങ്ങേറായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ കൊണ്ട് നടക്കുക. 3 വട്ടം ഗ്രൗണ്ടിൽ പോയിട്ട്, വലിയ ഗ്രൗണ്ടിൽ പോയിട്ട് ഇസ്തിസ്കാ നിസ്കരിച്ചു. 3 വട്ടം ജനങ്ങളെ മുഴുവൻ കൂട്ടി മഴക്ക് തേടി നിസ്കരിച്ച് കരഞ്ഞു ദ്വാരുന്നു. 3 വട്ടം നിസ്കരിച്ചിട്ടും ദ്വാരുന്നിട്ടും മഴയില്ല. മഴ കിട്ടിയെങ്കിലേ ഉള്ളൂ. അല്ല അത് സാറില്ല.
മഴ 3 വട്ടം ദ്വാരന്നിട്ട് മഴ കിട്ടണില്ല. മഴ കിട്ടാത്ത മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിച്ചോടിച്ച് എന്താ മഴ തരാത്ത? ഞങ്ങൾ 3 വട്ടം ദ്വാരന്നല്ലോ, ഇതിലപ്പുറം എന്താ വേണ്ടത്? തീരെ മഴ തരുന്നില്ല. മൂസാ നബി ഇടങ്ങേറ് പഠിപ്പിച്ച് അന്ന് തീർത്താണ് പറഞ്ഞു, നിങ്ങൾക്ക് മഴ തരൂല. ആകെ ഇടങ്ങേറായല്ലോ. അതെന്താ പഠിച്ചോളെ? ഇന്ന ഫീക്കും റജുലൻ നമ്മാമ, നിങ്ങളെ കൂട്ടത്തിൽ മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന ഒരു നമ്മാമുണ്ട്, നമീമത്ത് പറയുന്ന ഒരു മനുഷ്യണ്ട്. ആ മനുഷ്യന്റെ കാലത്തോളം നിങ്ങൾക്ക് തരൂല. അതിന് മൂസാ നബിക്ക് ചൂടായിട്ട് ദേഷ്യം പിടിച്ചിട്ട് മൂസാ നബി ചോദിച്ചു, അല്ലാഹുവേ അഹ്ബിർനി അൻഹു, ഓനെ കുറിച്ച് പറഞ്ഞോണ്ടാ, ഓരാരാന്ന് ഇപ്പട് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കുന്നു. ഓനാരാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പുറത്താക്കുന്നു. ജനങ്ങൾ ഇങ്ങനെ വേണ്ട. അപ്പൊ അള്ളാഹ് വളരെ രസകരമായിട്ട് മൂസാ നബിയോട് പറയണം, മൂസാ നബിയെ അൻഹാക്കും അനി നമീമത്തി, നമീമത്ത് പറയണ്ടെന്നല്ല ഇപ്പൊ ഞാൻ പറയണത്, ഇനി ഓനെ ഞാൻ പറഞ്ഞുകാണ്ട് നമീമത്ത് ഞാൻ ഉണ്ടാക്കണോ ചോദിച്ചു. ആണോ? ആ പറയാൻ പാടില്ല, അതൊരു പ്രശ്നമല്ലേ. ഓനെ കുറിച്ച് അങ്ങനെ രേഷനി പിന്നെ പറയാൻ പാടില്ല, എന്താ തന്നെ പറയാൻ പാടില്ല. അപ്പൊ മൂസാ നബി ആകെ ഇടങ്ങാറായി. ചോദിക്കാനും പോയി ഞാൻ ചോദിച്ചാട്ട് പറയില്ലല്ലോ, കുടുങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കെ മൂസാ നബി എന്ത് വേണം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോ കാരണം പെട്ടെന്നാണ് മഴ പെയ്യും, ഒന്നായി പെരുമഴ. അതിന് മൂസാ നബി അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹ് എന്താ പിന്നെ മഴ തരൂലാന്റെ പിന്നെ മഴ പെയ്ത്? അപ്പൊ അല്ലാഹ് പറഞ്ഞു കൊടുത്തു, നിങ്ങളെ കൂട്ടത്തിൽ സദസ്സിലെ ആളുണ്ട്, ഉള്ള കാലത്തോളം മഴ കിട്ടൂല. പക്ഷെ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ആരാണ് അതിൽ യുഹ്ലിജഹൂമിൻ ബൈനിനാ, ഞങ്ങൾ അടിയന്തോനെ പുറത്താക്കാനാണ് ചോദിച്ചില്ലേ? അത് ചോദിച്ചപ്പോൾ അയാൾ പേടിച്ചു പോയി. കാരണം ഞാൻ എങ്ങാനും നിങ്ങൾക്ക് ഓനെ പറഞ്ഞെന്നാൽ ദുന്യാവുന്ന പിന്നെ എത്ര വഷളത്രം വേറൊന്നുമില്ല. ഓനെ കൊണ്ടാണ് ഈ കൗമിന് മുഴുവൻ വെള്ളം കിട്ടാത്തതെന്ന് ജനങ്ങൾ അറിയണം. ഓമിന് എന്തിനാ ജീവിക്കുന്നത്? വഷളാവും. ആ വഷളത്തിന് കൊടുത്തിട്ട് ഓ പൊട്ടിക്കരഞ്ഞ് എന്നോട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, പടച്ചോനെ ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ഒരുത്തനും തെറ്റിക്കൂല, നമീമത്ത് ഞാൻ പറയില്ല എന്നോ തീർത്തു പറഞ്ഞു. ഖേദിച്ചപ്പോ എന്റെ ഖേദം ശരിയാന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഓന് പുറത്തു കൊടുത്തപ്പോ മഴ പെയ്തു എന്ന് അള്ളാഹു പറഞ്ഞതായി ഹദീസിന്റെ കിതാബിലുണ്ട്. ഇവിടെ 2 കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നെന്താ, എത്ര വലിയ തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചോനോട് കരഞ്ഞ് പറഞ്ഞ പടച്ചോൻ പൊറുക്കും. അതിന് പറ്റിയൊരു അവസരമാണ് ഇന്ന് രാത്രി കൂടി ശരിക്കും ശ്രദ്ധിച്ചോളൂ. നാളത്തെ ഒരു രാത്രി കിട്ടുമെന്ന് ഉറപ്പില്ല, ഇന്നത്തെ ഒരു രാത്രി തന്നെ കിട്ടുള്ളൂ. ഇന്ന് നമുക്ക് ശരിക്ക് നാളെ 28, മറ്റന്നാൾ ചിലപ്പോൾ പിറ്റേന്ന് നാളെ ഒരു വ്യാഴാഴ്ച അല്ലേ, വെള്ളിയാഴ്ച പെരുന്നാൾ ആവുകയാണെങ്കിൽ വ്യാഴാഴ്ച അസ്തമിച്ചാൽ പിന്നെ പെരുന്നാൾ രാവാണ്. അപ്പൊ നോമ്പിന്റെ രാവില്ല, ഇന്നൊരു രാത്രി മാത്രമേ ഉള്ളൂ. അതും റമദാൻ വിട പറയുന്ന രാവാന്ന് മനസ്സിലായിക്കോ. 29 ഒറ്റ രാവാന്ന് മനസ്സിലായിക്കോ. രാത്രി ഒന്ന് ശരിക്ക് പടച്ച റബ്ബിനോട് ഇരുന്നിട്ടൊന്ന് കരഞ്ഞാൽ ഇന്നലില്ലാഹി തആലാ റീഹൻ തുസമ്മാ അസ്സബീഹ, ഇന്നലില്ലാഹി തആലാ റീഹൻ തുസമ്മാ അസ്സബീഹ. അള്ളാഹുവിന്റെ സ്വബീഹത്ത് എന്ന പേരുള്ള കാറ്റുണ്ടത്രേ. ആ കാറ്റിന്റെ പേര് സ്വബീഹത്ത് എന്നാണ്. മഖ്സൂലത്തുൻ തഹ്തൽ അർശി, അത് അർശിന്റെ ചുവട്ടിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. തഹുബ്ബു ഇൻദൽ അസ്ഹാർ, തൊഹുബു, ആ കാറ്റ് അടിച്ചിട്ട് വീശും. ഇൻദൽ അസ്ഹാരി, നിങ്ങൾ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് സുബൈന്റെ തൊട്ട് മുമ്പ് ആ കാറ്റടിച്ച് വീശും. എന്താണ് ആ കാറ്റിന്റെ ഡ്യൂട്ടി? തഹ്മിലു, ആ കാറ്റ് ചുമന്നുകൊണ്ട് പോകും. അൽ അനീന വദ്ദുആ വൽ ഇസ്തിഗ്ഫാറ ഇലാ ഹദ്റത്തിൽ അസീസിൽ ജബ്ബാർ. അൽ അനീന, നിങ്ങളെ സങ്കടം, നിങ്ങളെ വിഷമം, പ്രയാസം, ബുദ്ധിമുട്ട് പടച്ചറപ്പിലേക്ക് കൊണ്ടുപോകും. വദ്ദുആ, നിങ്ങളെ ദുആ, വൽ ഇസ്തിഗ്ഫാർ, നിങ്ങളെ പൊറുക്കലിനെ ചോദിക്കൽ, ഇതൊക്കെ പടച്ചറപ്പിലേക്ക് ആ കാറ്റ് ഉയർത്തിക്കൊണ്ടുപോകും. ആ കാറ്റ് പടച്ചറപ്പിനെ എത്തിച്ചു കൊടുക്കും. അങ്ങനെയുള്ളൊരു കാറ്റ് എങ്ങോട്ട്? ഇലാ ഹദ്റത്തിൽ അസീസിൽ ജബ്ബാർ, പടച്ച തമ്പുരാന്റെ ഹദ്റത്തിലേക്ക് ആ കാറ്റ് ഇതിനെ ഉയർത്തിക്കൊണ്ടുപോകുമെന്ന് ഹദീസിന്റെ കിതാബിലുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ഇരുന്നിട്ട് പാതിരാവ് കഴിഞ്ഞ സമയത്ത് 1-2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടെന്ന് കരഞ്ഞു നോക്ക്. ഒരു പക്ഷേ അടുത്ത കൊല്ലം ഇങ്ങനെ ഒരു ദിവസം കിട്ടിക്കൊള്ളണമെന്നില്ല. ആ ദുആ പടച്ച റബ്ബിനോട് ശരിക്കും നമ്മളങ്ങ് ദ്വാരുന്നാൽ, ആ ദുആ പടച്ച റബ്ബ് സ്വീകരിച്ചാൽ മുഅ്മിനീങ്ങളെ വേറെ ഒന്നും നമുക്ക് വേണ്ട. എല്ലാ ദോഷങ്ങളും പുറത്തുകൊണ്ട് ശുദ്ധമായി നമുക്ക് ജീവിക്കാൻ കഴിയും. അള്ളാഹു നമ്മുടെ കയ്യിൽ മുമ്പ് കാലത്ത് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കുമാറാവട്ടെ. അതാണ് ശരിക്കും നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. 3ാമത്തെ ആളാണ് ഈ കാത്തിബുർ റഹ്മ, കുടുംബബന്ധം മുറിക്കുന്നവൻ. അതുകൊണ്ട് ഞാൻ ഈ സദസ്സിൽ വെച്ച് വീണ്ടും പറയുന്നു, കുടുംബക്കാരുമായി എന്തെങ്കിലും കാര്യത്തിന് തെറ്റി നിൽക്കുന്നവരുണ്ടോ? എങ്ങനെയെങ്കിലും അതൊന്ന് നന്നാവാൻ നോക്കണം. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഈ പള്ളിക്കാട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകളെ പോലെ മീസാങ്കലിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങേണ്ടവരാ നമ്മൾ. എന്തിനാണ് പോര് വെക്കുന്നത്? എന്തിനാ പാര വെക്കുന്നത്? 4ാമത്തത് മുഷാഹിൻ,
മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വഹാബത്ത് ചോദിച്ചു, വമനിൽ മുഷാഹിനു യാ റസൂലല്ലാഹ്, ആരാണ് മുഷാഹിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഹുവ അവൻ അൽ മുസാരിമു, പരസ്പരം പിണങ്ങി നിൽക്കുന്നവനാണ്. ഒന്നുകൂടി വിശദീകരിച്ചു കൊടുത്തു, അല്ലദീ ലാ യതകല്ലമു അഖാഹു ഫൗക സലാസതി അയ്യാം, 3 ദിവസത്തേക്കാളേറെ തന്റെ സുഹൃത്തിനോട് മിണ്ടാതെ നിൽക്കുന്നവൻ. ഒരു കുടുംബ ബന്ധമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു സുഹൃത്തിനോട് പിണങ്ങാൻ പാടില്ല. ഒരു മുസ്ലിമായ മനുഷ്യനോട് 3 ദിവസത്തേക്കാൾ കൂടുതൽ ദീനിന്റെ കാര്യത്തിനല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിന് പിണങ്ങി നിന്നാൽ അവൻ മുസാരിമാണ്, അവൻ മുഷാഹിനാണ്. അവന് പടച്ചിറപ്പ് പുറത്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതാണ് മുഅ്മിനീങ്ങൾ ഒന്നിങ്ങനെ മുസാഫഹത്ത് ചെയ്താൽ അവന്റെ ദോഷം കൊഴിഞ്ഞു ചാടും, ഇല കൊഴിയും പോലെ അങ്ങനെ പറഞ്ഞാണല്ലോ. അവ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരാരെങ്കിലും കുടുംബമല്ല, വെറുതെ ഗ്രൂപ്പിന്റെ പേരിൽ തെറ്റി നിൽക്കണോലുണ്ടോ? റമദാൻ അതൊക്കെ തന്നെ പഠിക്കേണ്ടത്. കുറെ നോൽബ് പറ്റാ പോരാ. നോൽബോൽക്കാൻ നടപ്പെങ്കിൽ എന്താ വിചാരിച്ചത്? നേരം കൊടുത്ത് നമ്മൾ 30 നോമ്പ് നോറ്റുന്ന വലിയ തയഞ്ഞ തഹസിലായ ആൾക്കാരെ വരെ ഇരിക്കുക. ഞാൻ 30 നോമ്പ് നോറ്റുന്ന അതൊന്നും വലിയ കാര്യമില്ല. വീട്ടിൽ 5 വയസ്സായ കുട്ടി നോമ്പ് 3 വയസ്സായ കുട്ടി നോമ്പ് നമ്മളെ ആൾക്കാരെ ഇപ്പൊ കാണിച്ചു കൊടുക്കുമ്പോൾ നോമ്പ് നോറ്റിക്കിട്ട് അല്ലെ ഇതിനെ നമ്മളെ നോമ്പെന്ന് തോന്നുമ്പോ നമ്മളെ നോമ്പ് മോശാക്കല്ലേ? നോമ്പിന്റെ ആ ശരിയായ ഒരു ചൈതന്യമുള്ള നോമ്പാണെങ്കിൽ എന്ത് വേണമെന്ന് ചുരുങ്ങിയത് 3 കാര്യമാണ്. ഞാനിപ്പോ അത് പറഞ്ഞാൽ ആ 3 നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഉറപ്പാ ചുരുങ്ങിയത് 3 കാര്യമാണ്. ഒന്നെന്താ? ഒന്ന് പ്രധാനമായി പറഞ്ഞത് അല്ലാ യുക്സിറൻ നൗമ ഫിൻ നഹാരി, പകല് വല്ലാതെ ഉറങ്ങാതിരിക്കില്ലെന്ന. പകല് ഉറങ്ങേ ഉള്ളൂ. ഉറപ്പാ അല്ലേ? സാധാരണഗതിയിൽ നോമ്പ് നോറ്റാ കൂടുതൽ ഉറങ്ങും. ഫോൺ ചെയ്താൽ നോമ്പല്ലേ അപ്പൊ ഉറങ്ങിയതാണ്. നോമ്പ് ഉറങ്ങല്ല, ആവശ്യത്തിലൊക്കെ ഉറങ്ങണ്ടെന്നല്ല. അപ്പൊ ഞാൻ വരുമ്പോ തന്നെ അവിടെ ആരോ കിടന്നുറങ്ങണ്ടോ ചോദിക്കാം. അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ കഥ. കുറ്റം പറയില്ല. അപ്പൊ നോമ്പിന്റെ ചൈതന്യം നിലനിൽക്കണമെങ്കിൽ ശരിയായ നോമ്പാണെങ്കിൽ പകല് വല്ലാതെ ഉറങ്ങരുത്. ഇതാണ് ഉറങ്ങി തീർക്കാനുള്ളതാക്കരുത്. കുറച്ചൊക്കെ ഖുർആൻ ഓതാ ദിക്റില്ല. ക്ഷീണം ഉണ്ടാവുമ്പോൾ ഉറങ്ങിക്കോ. ക്ഷീണിച്ചുറങ്ങുന്നത് ഇബാദത്തന്നെ. രണ്ടാമത്തതോ 3 നിബന്ധന പറഞ്ഞു. രണ്ടാമത്തെ അല്ലാ യുക്തിറൽ അഖില ഫിൽ ലൈലി, രാത്രി വല്ലാതെ തിന്നാതെ തിന്നേ ഉള്ളൂ. രാത്രി അന്നല്ലേ പണി? വേറെന്താ പണി? തിന്നല് കുടിക്കുന്നത് തന്നെയല്ലേ പണി? പ്രത്യേക വിഭവമൊക്കെ ഉണ്ടാക്കി തിന്നലല്ലേ പണി? തിന്നല് കൂടെ ആലോചിച്ച് തിന്നല് കൂടുതലല്ലേ? ഉറപ്പാണ്. പകല് തിന്നലേക്കാൾ രാത്രി തിന്നണം. മൂന്നാമത്തതോ അല്ലാ യതശാഅല ഫീ ഉമൂരി ദുനിയ ഫീ ശഹ്ർ റമദാൻ, റമദാൻ മാസത്തിലെ ദുനിയാവിന്റെ കാര്യത്തിൽ വല്ലാതെ ഇടപെടാതെ. അവസാനത്തെ പത്തിലെ കച്ചവടം തന്നെ, പിന്നെ ദുനിയാവ് തന്നെ വേറൊന്നും ഉണ്ടാവില്ല. ആകെ ഒക്കെ പോയില്ലേ? ഇനി എന്താ ബാക്കിയുള്ളത്? ഇനിയെന്തപ്പോ ബാക്കിയുള്ളത്? നോമ്പിന്റെ ഫളായിൽ കിട്ടുന്ന നോമ്പിന്റെ കാര്യമൊക്കെ പോയി. കുറ്റം പറയല്ല. അപ്പോ ഈ 3 കാര്യം തന്നെ തിന്നണ്ടാന്നോ, കച്ചവടം നടത്തണ്ടാന്നോ, ഉറങ്ങണ്ടാന്നോ അല്ല. ഉറങ്ങണം, ദുനിയാവിന്റെ കാര്യം നടക്കണം, ഭക്ഷണം കഴിക്കണം. ഇതൊരു മിതത്വം. റമദാനിൽ ഒരു മിതത്വം. ആ മിതത്വം ഉണ്ടെങ്കിലേ അതിനൊക്കെ വലിയ പ്രത്യേകതയുള്ളൂ. ആ മിതത്വമില്ലാതെ ഇതൊന്നും ചെയ്തിട്ടൊരു ഫലമല്ല. ഞാൻ തിരിച്ചു വരാൻ പറഞ്ഞ വിഷയത്തിലേക്ക്. അപ്പൊ നമ്മൾ ഈ റമദാൻ ശരിയായ റമദാൻ ആക്കണമെങ്കിൽ ഇനി പെരുന്നാളിന് കഴിഞ്ഞാൽ പെരുന്നാൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷം, മനുഷ്യൻ പട്ടിണി കിടക്കാതെ വിതരണക്കാത്ത കൊടുത്ത് എല്ലാവരും സന്തോഷിപ്പിക്കേണ്ട ദിവസം. നമ്മൾ ആരോടെങ്കിലൊക്കെ പിണക്കുണ്ടെങ്കിൽ അതൊക്കെ തീർത്തൽ. എന്തെങ്കിലും വിഷയത്തിന്റെ പേര് തെറ്റി നിൽക്കുന്നുണ്ടെ തീർത്തേക്ക്. വെറുതെ തന്നെ നമ്മൾ പിണങ്ങി നിൽക്കണത്. ഇനി എങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദിനോട് വന്ന് പറയും, പള്ളിയിൽ സലാവത്തി പൈസ ഉണ്ടാവുമല്ലോ. ഉസ്താദ് ഞാനും ഇന്ന ആളും തമ്മിൽ പിണക്കുണ്ട്. അത് കുറെ മുമ്പിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കുടുംബബന്ധത്തിന്റെ പേരിലോ ഉണ്ടായതാ. നിങ്ങളാവുന്ന ഓനെ വിളിച്ചിട്ട് പറഞ്ഞു തീർത്തുന്ന വലിയ ഉപകാരം എന്ന് പറഞ്ഞ് ആരാണോ ആദ്യം മുന്നോട്ട് വരുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ കൂലി ഉണ്ടാവുക. എന്തായാലും ഇപ്പൊ ഇത് മരിച്ചു പോണ്ടേ? 3 കഷ്ണം തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് വെച്ച് യാത്ര അയച്ച ആൾക്കാരെ നമ്മൾ വിടണം. അപ്പൊ നമ്മളിവിടെ കൊണ്ടത് വെച്ചിട്ട് വിളിച്ചു പറയും ഇയാൾ വല്ലതും ചെയ്തിട്ട് പുറത്തളി എന്നൊക്കെ പറയും. അതൊക്കെ ശരി, മരിച്ചിട്ട് പിന്നേക്ക് വെക്കണ്ടല്ലോ. നമുക്ക് ഇപ്പൊ തന്നെ ആ കാര്യം എന്തുകൊണ്ട് ചെയ്തുകൂടാ? വ്യക്തിബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ള ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ വ്യക്തിബന്ധങ്ങൾക്ക് തടസ്സമുള്ള വിഷയങ്ങൾ എന്ത് നമ്മൾ ചെയ്താലും ശരി, അതൊക്കെ നമ്മളെ കബൂലിയത്തിനെതിരാ, ഒരിക്കലും കബൂലാക്കൂല. അപ്പൊ ആദ്യം എനിക്ക് ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ ഉപദേശിക്കണം, റമദാൻ വിട പറയുമ്പോ നമ്മുടെ മനസ്സ് നന്നായിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ളത് ആരോടെങ്കിലുമൊക്കെ പിണക്കുണ്ടെങ്കിൽ അതൊക്കെ നിർവഹിക്കണം. എന്തിന്റെ പേരിലാണെങ്കിലും ശരി, എന്ത് വാശിന്റെ പേരിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളെ ഒരിക്കലും മുറിക്കരുത്. കുടുംബത്തിന്റെ ബന്ധം കൂടുതൽ ചേർത്തി നിർത്തണം. കുടുംബക്കാരെ മുഴുവൻ നമ്മൾ അംഗീകരിക്കണം. ഇനി ഒരാൾ കുറച്ച് മോശക്കാരനാണ് ചിന്തിക്കേണ്ട, ഓന്റെ സ്വഭാവമല്ലേ പോട്ടെ, നമ്മളൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അവരോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലാവുക. ആ രീതിയിൽ നമ്മളൊരു പൊതു സ്വഭാവം നന്നാക്കിയിട്ട് നല്ല മനുഷ്യന്മാരായി ആളുകൾക്കിടയിൽ ജീവിക്കണമെന്നുള്ളൊരു മോഹത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ ഓരോ പ്രവർത്തനത്തിനും പഠിച്ചപ്പോൾ കൂലി തരും. അല്ലെങ്കിലോ നമ്മുടെ ഈ കുരുട്ട് മനസ്സാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഒറ്റ ഉദാഹരണം നോക്കികള്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കും. ഈ സംഭവം ശരിക്കും ശ്രദ്ധിക്കണം. മദീനത്തെ പള്ളിയിൽ നബിതങ്ങൾ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നബിതങ്ങൾ ഈ ക്ലാസ് ഇങ്ങനെ തുടരാണ്. ആൾക്കാരൊക്കെ ഇരിക്കുക.
നബിതങ്ങൾ വിളിച്ചു പറഞ്ഞു, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്നത്തി മിൻ അഹ്ലിൽ ജന്നത്തി, സ്വർഗ്ഗത്തിന്റെ അവകാശികൾപ്പെട്ട ഒരാൾ ഇപ്പോ വരുന്നു. ഒരടയാളം പറഞ്ഞു കൊടുത്തു, മുഅല്ലഖുൻ അലൈഹി ബിശിമാലിഹി, ഇടത്തെ കയ്യിൽ ചെരുപ്പ് പിടിച്ചിട്ടുണ്ടാവും. കേട്ടുണ്ടാവും ഹദീസ്. ഇടത്തെ കയ്യിൽ ചെരുപ്പ് പിടിച്ചിട്ട് ഒരാളിപ്പോൾ വരുന്നതാണ്. അതൊരു അടയാളം പറഞ്ഞു. ഓ സ്വർഗാവകാശിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പോ എല്ലാവരും സാഹസികരിക്കുക. എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിച്ചു. വാതുക കൂടെ ഒരു സാധു വരുന്നുണ്ട്, പാവം, കൂട്ടത്തിന് പാവ. ഇയാള് സ്വർഗത്തിൽ, സന്തോഷം. അയാൾ വന്നിരുന്നു. എല്ലാവരും കൂടി ക്ലാസ് നിമിത്തങ്ങൾ തുറന്നു, ഇൽമു ഇങ്ങനെ പഠിപ്പിച്ചു. ക്ലാസ് പിരിഞ്ഞു നോക്കുമ്പോൾ ഇയാളെ കാണാൻ. കണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ. അന്നത്തെ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസവും ഇതുപോലെ ആളുകളൊക്കെ കൂടി നബിതങ്ങൾ ക്ലാസ് ഇങ്ങനെ തുറന്നുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ അവകാശി ഒരാൾ ഇപ്പൊ വരുന്നു. അപ്പൊ സ്വഹാബത്തിനെ നോക്കി വാതിക്ക് അതിനെ കടന്നു വന്ന് ഇയാളെന്നെ അതേ ആളെന്നെ കടന്നു വന്നത്. അതേ ആള് കടന്നു വന്നപ്പോ സ്വഹാബത്തിനെ നോക്കിയപ്പോ പഠിച്ചോനെ ഇയാൾ ഭാഗ്യവാനാണല്ലോ. അന്നും ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞിട്ട് ഇയാളോട് സംസാരിക്കാൻ നിർത്തിക്കുമ്പോൾ അയാളെ കാണാൻ. മൂന്നാമത്തെ ദിവസം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അന്ന് ഇയാൾ വൈകിയ വല്ലേ. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗാവകാശി ആളെ കാണണം. അപ്പൊ വന്നപ്പോ ഇയാളെ വന്നത്. ഇയാൾ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ്സിൽ ഇയാൾ ശ്രദ്ധിച്ചു. അപ്പോ മൂന്നാമത്തെ ദിവസം ഇത് ആവർത്തിച്ചപ്പോ ആ സദസ്സിൽ അബ്ദുള്ള എന്ന് പറയുന്നൊരു സ്വഹാബിയുണ്ട്. അംറുൽ ആസി തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസ് എന്ന താരീഖിലുണ്ട്. അംറുൽ ആസ് റളിയല്ലാഹു തആല എന്റെ മകൻ അബ്ദുള്ള, അദ്ദേഹം മനസ്സിലാണ് എഴുതി ഇയാൾ എന്ത് ചെയ്യാൻ വിടൂല. അയാൾ അടുത്തോണ്ട് പോയിരുന്നിട്ട് ക്ലാസ് കയ്യോടെ ഇരുന്നിട്ട് ശരിക്കും ശ്രദ്ധിച്ച് അയാൾ പുറത്തു പോകുമ്പോ പിന്നാലെ കൂടി പിടിച്ചിട്ട് പറഞ്ഞു, സുഹൃത്തെ ഞാൻ നിന്റെ വീട്ടിൽ പോണില്ല. ഞാൻ എന്റെ വീട്ടുകാരുമായി ചെറിയൊരു പടക്കത്തിലാണ്. അവിടെ ഇരിക്കുന്ന വീട്ടിൽ പോകാൻ വഴിയില്ല. അത് കേട്ടപ്പോ ഇയാൾ പറഞ്ഞ അറബിയുടെ സ്വഭാവം, നിങ്ങൾ എന്തിനാ വീട്ടിൽ പോലും, എന്റെ വീട്ടിൽ പോലും അതിഥിയായിട്ട് ഞാൻ സൽക്കരിക്കുക. അതിഥികളെ കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഇന്ന് എന്റെ വീട്ടിലേക്ക് പോരൂ, എന്റെ വീട്ടിൽ നിങ്ങൾക്ക് അതിഥിയായി സന്തോഷത്തോടുകൂടി കഴിയാം, യാതൊരു കുഴപ്പമല്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിഥിയായി സൽക്കരിച്ചു കൊണ്ടുപോവുക. അതിഥിയായി സൽക്കരിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് വീട്ടിൽ ചെന്ന് ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് രാത്രി കിടന്ന് നോക്കുമ്പോ ഇയാള് വീട്ടിലേക്ക് കടന്ന നിമിഷം മുതൽ ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്ത് അമലാണ്, എന്ത് ഇബാദത്താണ് എന്റെ ഈ സഹോദരൻ ചെയ്യുന്നത് അയാൾക്ക് നോക്കേണ്ടത്. അയാള് അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസ് പോന്നിട്ടുള്ളത് ഇവിടെ അതിഥിയായി താമസിച്ച് ഭക്ഷണം കഴിക്കാനൊന്നുമല്ല. അയാൾ പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഈ വീട്ടിൽ ഇയാൾ എന്ത് അമലാണ് രഹസ്യമായി ചെയ്യുന്നത്, ഏത് ദിക്റാ ചൊല്ലണത്, ഏത് ഖുർആനാ ഓതുന്നത്, ഏത് സൂറത്താ ഓതുന്നത്, ഏത് ഇബാദത്താ ചെയ്യുന്നത്, സ്വർഗ്ഗത്തിൽ പോകാൻ മാത്രമേ എന്ത് അമല ഇയാൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് അറിയണം. അതറിഞ്ഞിട്ട് അത് എനിക്കും പഠിക്കണം. അതിനാണല്ലോ ഈ കൂടിയിട്ടുള്ളത്, അല്ല വീട്ടിൽ കൂടാനല്ലോ. പക്ഷെ നോക്കുമ്പോ ഒരു അമൽ ഇയാളെ അയാൾ കടന്നുറങ്ങുന്നു, ഇയാളും കടന്നുറങ്ങുന്നു. ഇയാളിങ്ങനെ ശ്രദ്ധിച്ചു, ഒന്നുണ്ടാക്കുന്ന ശബ്ദമുണ്ടോ, ഖുർആൻ ഓതുന്ന ശബ്ദമുണ്ടോ, ദിക്ർ ചെയ്യുന്ന ശബ്ദമുണ്ടോ, ഒന്നുമില്ല. സാധാരണഗതിയിൽ തഹജ്ജുദിന് എഴുന്നേറ്റ് തഹജ്ജുദ് ഇയാളും നിസ്കരിക്കലുണ്ട്. സുബൈക്ക് പള്ളിയിൽ പോയി ഇയാളും പോകുന്നുണ്ട്. ഖുർആൻ ഓതി ഇയാളും ഓതുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ക്ലാസ് പങ്കെടുത്തു ഇയാളും പങ്കെടുക്കലുണ്ട്. പിന്നെന്താ, ഒരു പുതിയ അമലൊന്നും ഇയാളെ കയ്യിൽ കാണില്ലല്ലോ. ഒരു പുതിയ അമലും കാണുന്നില്ല. പിന്നെന്താ ഇങ്ങനെ? രണ്ടാമത്തെ ദിവസം നോക്കാം. അന്നിപ്പോ ഒന്നാമത്തെ ദിവസമല്ലേ, ഞാൻ വന്നുകൊണ്ട് തൽക്കാലം അയാൾ വേണ്ടാന്ന് വെച്ചതാവും. പിറ്റേ ദിവസം ഇദ്ദേഹം ശ്രദ്ധിച്ചു, രാത്രി ഉറക്കൊഴിച്ച് ശ്രദ്ധിച്ചു, ഇയാൾ എന്ത് അമല ചെയ്യണം. ഒരമലും അയാൾക്ക് പുതിയില്ല. എന്നാ പോട്ടെ, മൂന്നാമത്തെ ദിവസം നന്നായി ഇയാൾ പകലും രാത്രിയും ശരിക്കും ശ്രദ്ധിച്ചു. ഈ അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസ് എന്ന് പറയുന്ന ഈ സ്വഹാബി ചെയ്യാത്ത ഒരു അമലും ഇയാളെ കയ്യിലില്ല. എന്തെങ്കിലും ഒരു പുതിയ അമല അയാളെ കയ്യിൽ കാണണ്ടേ. പിന്നെ എങ്ങനെ ഇയാൾ സ്വർഗത്ത് പോകാൻ ഇത്ര വലിയ അവകാശിയായി? സംശയം. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞ അതിഥി സൽക്കാരം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് നേരം എടുത്തപ്പോ അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസ് തങ്ങൾ ഇയാളെ പറഞ്ഞു, സഹോദര ഞാൻ പോവാണ്, ഞാൻ നിങ്ങളെ വീട്ടിൽ താമസിച്ചു, ആദിത്യം കഴിഞ്ഞു, 3 ദിവസമല്ലേ ഉള്ളൂ, ഇനി ഞാൻ പോവാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല നിങ്ങളെ കൂടെ കൂടിയത്. അത് ഞാൻ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു ഹലാലായ കളവ് പറഞ്ഞു. അങ്ങനെ പറയാം. ചില കാര്യങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്ന, അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് വേറെ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് താമസിച്ചതിന്റെ ഉദ്ദേശം, റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിൽ ഞങ്ങളിരിക്കുമ്പോൾ നബി തങ്ങൾ 3 ദിവസം ഇങ്ങനെ പറഞ്ഞു. ആ 3 ദിവസവും സദസ്സിലേക്ക് കടന്നു വന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ നിങ്ങൾ സ്വർഗാവകാശിയാകാൻ മാത്രം എന്ത് പ്രധാനപ്പെട്ട അമലാണ് ഞങ്ങളൊന്നും അറിയാതെ, ഞങ്ങളൊന്നും എടുക്കാത്തൊരമല് നിങ്ങൾ ഏതാണ് എടുക്കുന്നത് അതെനിക്കൊന്നും അറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, അതറിഞ്ഞിട്ട് അത് പ്രാവർത്തികമാക്കിയിട്ട് അതുവഴി സ്വർഗത്തേക്ക് പോകാൻ എനിക്കും കഴിയണം.
അപ്പൊ അതിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വീട്ടിൽ കൂടിയത് 3 ദിവസം. പക്ഷേ 3 ദിവസം തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ നിങ്ങളെ നിരീക്ഷിച്ചു. ഒരു അമല് നിങ്ങളെ കയ്യിൽ കൂടുതൽ കാണുന്നില്ല. എന്തെങ്കിലും ഒരു പുതിയ അമല് നിങ്ങളിൽ കാണണ്ടേ? ഞാൻ നിങ്ങളെ കയ്യിൽ ഒരു പുതിയ അമല്, ഞങ്ങൾ ചെയ്യാത്ത ഒരു അമല് നിങ്ങളെ കയ്യിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഈ വലിയ പദവിയിലേക്ക് എത്തി എനിക്കറിയണം. അത് നിങ്ങൾ പറഞ്ഞു തരണം. അത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ ഈ വ്യക്തി, നമ്മൾ രണ്ടുപേരും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബാകുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പഠിതാക്കളാണ്. നബിതങ്ങളെ ദർസിൽ പഠിച്ചവരാണ്, നബിതങ്ങളെ പള്ളിയിൽ പഠിച്ചവരാണ്. നിങ്ങൾ ചെയ്യാത്തൊരു അമൽ എന്റെ കയ്യിലില്ല, ഞാൻ ചെയ്യാത്ത പഠിക്കാത്ത അമൽ നിങ്ങൾക്കും ഉണ്ടാകില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു, അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞൊരു മനസ്സരിക്കുണ്ടെന്ന് നിങ്ങൾ കാണൂല. ഒരു മനസ്സരിക്കുന്ന ആ മനസ്സെന്താ? ആ മഹാനായ സ്വഹാബി പറഞ്ഞ മറുപടി അതാണ്. ആ പറഞ്ഞ മറുപടിയിൽ എന്താ ഉള്ളത്? എന്റെ മനസ്സിൽ അഥവാ എന്റെ ഹൃദയത്തിൽ തീരെ ഇല്ല ഒരു മുഅ്മിനായ മനുഷ്യനോട് വിഷമമോ വെറുപ്പോ എനിക്കില്ല. ഒരാളോടും എനിക്ക് വെറുപ്പില്ല, ഒരു മനുഷ്യനോടും എനിക്ക് പകയില്ല. വലാ അഹ്സുദുഹു, എനിക്ക് ആരോടും ഹസദില്ല. അലാ നിഅമത്തിൻ അത്വാഹുല്ലാഹു ഇയ്യാഹു, അല്ലാഹു കൊടുത്ത നിഅമത്തിന്റെ മേൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ അയൽവശത്ത് ഒരു നല്ല വീടൊരുത്തം കയറ്റിയാൽ ആ വീട് അവൻ കയറ്റി മോടി പിടിപ്പിച്ച് പെയിന്റടിച്ചാൽ അത് എനിക്കല്ല ഉണ്ടാകേണ്ടത് എന്നാണ്. നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ വേറൊരാൾക്കൊരു കയറ് കിട്ടിയാൽ നമ്മുടെ മനസ്സിനൊരു കോറല്, നമ്മുടെ മനസ്സിനൊരു വിഷമത, ഓനകല കിട്ടാൻ, ഈ ഒരു ചിന്തയാണ് മനുഷ്യനെ വൃത്തികെട്ടവനാക്കുന്നത്. അതാണ് ഹസദ്. ആ ഹസദ് വിറക് എങ്ങനെയാണോ കത്തിപ്പോകുന്നത് എന്ന പോലെ നമ്മുടെ അമല് കത്തിപ്പോകും. ശ്രദ്ധിക്കണേ, നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ കത്തിപ്പോകും. നിങ്ങൾ നിങ്ങളെ തൊട്ടടുത്ത വീട്ടുകാരനോട് ഹസദുള്ളവനാണോ? എന്താ നിങ്ങൾ തറാവീഹ് നിസ്കരിച്ചിട്ട് കാര്യം? 20 റക്അത്ത് നിസ്കരിച്ചാൽ നന്നായിട്ട് കത്താനുണ്ടാവും. വിറക് കൂടുതലാകുമ്പോൾ നന്നായി കത്തും, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും ഹസദ് വെക്കരുത്, ഒരു മനുഷ്യനോടും പക വെക്കരുത്. ഈ മനുഷ്യൻ സ്വർഗത്ത് പോകാനുള്ള കാരണം നിസ്കാരമല്ല, നോമ്പല്ല, ഖുർആൻ ഓതലല്ല, ദിക്ർ ചൊല്ലല്ല, പിന്നെന്താ? മനസ്സിന്റെ നന്മ, കൽബിന്റെ നന്മ. ഒരു മനുഷ്യനോടും ഒരു പകയില്ലാത്ത കൽബ്. അതുകൊണ്ട് ഇന്ന് മുതൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ ശ്രദ്ധിക്കണം, ഒരു മനുഷ്യനോടും ഹസദ് വേണ്ട. അള്ളാഹ് കൊടുക്കുന്നത് കൊടുത്തോട്ടെ, അള്ളാഹ് ഒരു മനുഷ്യനെ വലുതാക്കുന്നത് വലുതാക്കിക്കോട്ടെ. നമ്മളൊരാളെ ചെറുതാക്കാൻ പോകണ്ട, നമ്മളൊരാളെ വലുതാക്കാനും പോകണ്ട. നമ്മൾ അള്ളാഹു പറഞ്ഞ പോലെ നടന്നാൽ മതി. മനുഷ്യന്റെ സ്വഭാവമുണ്ട് എന്തിനും എതിർ പറയാന്നുള്ളത്. നമ്മളൊരിക്കലും എല്ലായിടത്തും രക്ഷപ്പെടും. കാരണം നമ്മളെ എവിടെയും രക്ഷപ്പെടും. കാരണം നമ്മൾ എന്ത് വിഷയത്തിൽ എവിടെ കുടുങ്ങിയാലും, ഇപ്പൊ കമ്മിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിലാണെങ്കിലും നമ്മളത്തെ ഒരു തെറ്റ് പറ്റിയാൽ പോലെ ന്യായീകരിക്കും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ന്യായീകരിക്കും. എന്നാൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഒരു നിലക്കും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരു ന്യായീകരണം നമുക്ക് പറ്റൂല. നമ്മളെ കൽബ് ശുദ്ധമായി പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെന്നെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ. ഇബാദത്ത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഈ കണ്ട നിസ്കാരം ഒന്നും നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഈ കണ്ട ദിക്റൊന്നും ചൊല്ലിട്ട് കാര്യമില്ല. കൽബാണ് നല്ലതല്ലെങ്കിൽ ചെയ്തൊക്കെ പൊളിഞ്ഞു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ലോണം ശ്രദ്ധിച്ചോളി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അല്പസമയം കൂടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. 1 മണിക്കൂറൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, കാരണം കൂടുതൽ പറയുന്നില്ല. അവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാളെ മത്സരി ചെന്നിട്ട് കഴിച്ചിലാകാൻ ഒഴിവ് കഴിവ് കിട്ടുന്നവരും കരുതണ്ട. ഒഴിവ് കഴിവ് കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ തെളിവെന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിക്കും അവതരിപ്പിക്കുന്ന ഒരു രംഗം നോക്ക് നിങ്ങൾ. എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടി നബി തങ്ങൾ പറയുകയാണ്, എനിക്ക് പഠിക്കാനും നിങ്ങൾക്ക് പഠിക്കാനും നമുക്ക് പകർത്താനും എന്താ പറയുന്നത്? നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറാവൻ സഭയിൽ ജനങ്ങളെ മുഴുവൻ നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്നൊരു സദസ്സുണ്ട്. ആ വിചാരണ ചെയ്യുന്ന സദസ്സിനെ കുറിച്ച് നബി തങ്ങൾ പറയുന്നത് എന്താ? ഒരാളെ നബി തങ്ങൾ വിചാരണ ചെയ്യുമ്പോ നമുക്കൊക്കെ ഒരു തോന്നലുണ്ടാകും, പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാം. അള്ളാഹിന്റെ മുമ്പിൽ നമ്മുടെ ഉദറ് പറഞ്ഞുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല കൂട്ടരെ. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു, നാളെ പടച്ച റബ്ബ് മനുഷ്യന്റെ കൂട്ടത്തിൽ വിചാരണയ്ക്ക് ആദ്യം കൊണ്ടുവരുന്ന ഒരു അടിമയാണ്. അള്ളാഹു ആദ്യമായി വിചാരണ ചെയ്യുക ഒരു അടിമയാണ്. ആ അടിമയെ പടച്ചറപ്പ് ഹാജരാക്കും. ശ്രദ്ധിക്കണേ, അടിമയെ ഹാജരാക്കിക്കൊണ്ട് പടച്ചറപ്പ് ചോദിക്കും, മാ ശഅലക അൻ ഇബാദതി, എടാ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നിനക്ക് എന്തായിരുന്നു തടസ്സം? നീ എന്തുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്തില്ല എന്ന് അടിമയോട് പടച്ചറപ്പ് ചോദിക്കുമ്പോ അടിമ മറുപടി പറയുക എന്താ? ജഅൽതനി അബ്ദൽ ആദമി, പടച്ചവനെ നീ എന്നെ ഒരു മനുഷ്യന്റെ അടിമയാക്കി. ഒരു മനുഷ്യന്റെ അടിമയായി ഞാൻ മാറിയാൽ എനിക്ക് അയാൾ പറഞ്ഞ പോലെ ജോലി ചെയ്യണ്ടേ?
ഞാനൊരു അടിമയായി ജോലി ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞത് കേൾക്കണ്ടേ? നേരെ മറിച്ച് നീ എന്നെ ഒരു സ്വതന്ത്രനാക്കിയിരുന്നുവെങ്കിൽ, സ്വതന്ത്രനാക്കി നീ എന്നെ വിട്ടിരുന്നുവെങ്കിൽ അള്ളാഹുവേ എത്ര നന്നായി ഞാൻ ഇബാദത്തെടുക്കുമായിരുന്നു. റബ്ബേ, ഞാനൊരു അടിമയായതുകൊണ്ട് അബദ്ധത്തിൽപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് എനിക്ക് നിസ്കാരത്തിൽ കുറവ് വന്നിട്ടുണ്ടാകാം, നോമ്പിന് കുറവ് വന്നിട്ടുണ്ടാകാം. അതൊക്കെ ഞാൻ അടിമയായതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന ശിക്ഷ എനിക്ക് നൽകല്ല റബ്ബേ. അടിമ എന്ന പരിഗണന എനിക്ക് നീ നൽകണേ തമ്പുരാനേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ കരയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? യൂസുഫ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് നബിയെ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കും. ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങളെ, യൂസുഫ് നബിയെ കൊണ്ടുവന്ന് നിർത്തി കൊടുത്തുകൊണ്ട് പടച്ചറബ് പറയുന്നു, നോക്കടാ, കാന ഹാദാ അബ്ദൻ, ഇയാളൊരു അടിമയായിരുന്നുവല്ലോ, നിന്നെ പോലത്തെ അടിമയായിരുന്നു. ഈജിപ്തിലെ രാജകൊട്ടാരത്തിലെ രാജാവിന്റെ അടിമയായി ജീവിച്ച മനുഷ്യനാണ് യൂസുഫ് നബി. അയാൾ എന്റെ പ്രവാചകനാണ്. അയാൾ കാരാഗൃഹത്തിൽ അഥവാ ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിലിൽ കിടന്നപ്പോഴും അടിമയായി ജീവിച്ചപ്പോഴും ഒരു ദിവസം പോലും എനിക്ക് ഇബാദത്ത് മുടക്കാത്ത മനുഷ്യനായത്. നീ ജയിലിൽ കിടന്നിട്ടില്ലല്ലോ, നീ സാധാരണ മനുഷ്യന്റെ അടിമയല്ലേ, ഇത് രാജാവിന്റെ അടിമയായിരുന്നു. എത്ര പേടിച്ചിട്ടാ ഇയാൾ കഴിഞ്ഞിരുന്നത്, ജയിലിലല്ലേ ഇയാൾ കിടന്നിരുന്നത്. ഒരു ദിവസത്തെ ഇബാദത്ത് പോലും അടിമ എന്ന രീതിയിൽ ഈ മനുഷ്യൻ എനിക്ക് മുടക്കിയിട്ടില്ലെങ്കിൽ നീ ഒരു അടിമ എന്ന രീതിയിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിക്കുമ്പോൾ ആ അടിമക്കൊരു മറുപടിയും പറയാനുണ്ടാവൂല, അവന്റെ നാക്ക് പൊങ്ങൂല, അവൻ നിന്ന് വേർക്കും. മറുപടിയില്ലാതെ ഉത്തരം മുട്ടുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യുഅ്മറു ബിഹി ഇലന്നാർ, അവനെ നരകത്തിൽ കൊണ്ടുപോയി തള്ളുവാൻ മലക്കുകൾക്ക് കൽപ്പന കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അവൻ നരകത്തിലേക്ക് വീടുന്ന കാഴ്ച നമ്മൾ കാണും. രണ്ടാമതായി പടച്ചറബ് ഹാജരാക്കുമ്പോൾ ഒരു മുബ്തലൻ, ഒരു പരീക്ഷിക്കപ്പെട്ട മനുഷ്യനെ നിർത്തിക്കൊണ്ട് പടച്ചറബ് ചോദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യും, മാ മനഅക അൻ ഇബാദതി, എന്തുകൊണ്ടാണ് നീ ഇബാദത്ത് ശരിക്ക് ചെയ്തില്ല, എന്തുകൊണ്ട് നീ എനിക്ക് ഇബാദത്ത് ശരിക്ക് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോ പടച്ചറബിനോട് ഇയാൾ മറുപടി പറയും, പടച്ചവനെ, സഅൽതനി ബിൽ ബലാഗ്, നീ എന്റെ ബലാഗ് കൊണ്ട് ശോലാക്കിയില്ല. എനിക്കെപ്പോഴും ഡോക്ടറെ അടുത്തേക്ക് പോകാനല്ല സമയമുണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഡോക്ടറെ കാണാനല്ലേ സമയം കിട്ടിയിട്ടുള്ളൂ, എന്റെ മക്കൾക്ക് മരുന്ന് വാങ്ങാനല്ലേ സമയമുണ്ടായിട്ടുള്ളൂ. ഞാൻ കിഡ്നി രോഗിയായിരുന്നില്ലേ, ഞാൻ ക്യാൻസർ രോഗിയായിരുന്നില്ലേ, ഞാൻ രോഗിയായിരുന്നില്ല. പഠിച്ചവനെ എത്ര ചികിത്സിച്ചു, എത്ര പണം ചെലവാക്കി, 10 പൈസ കയ്യിലില്ലാതെ കടം വാങ്ങി ചികിത്സിച്ചവനാ ഞാൻ. അങ്ങനത്തെ ഞാൻ നിസ്കാരം മുടക്കിയിട്ടുണ്ടാവാം, അങ്ങനത്തെ ഞാൻ നോമ്പ് മുടക്കിയിട്ടുണ്ടാവാം. പടച്ചോനെ, എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടും രോഗിയായതുകൊണ്ടും ഡോക്ടർമാർ മുമ്പിൽ ചെന്നുകൊണ്ട് ആശുപത്രിയിൽ ക്യൂ നിൽക്കേണ്ട ഗതി നീ എനിക്ക് തന്നതുകൊണ്ടുമാണ്. ആഫിയത്ത് എനിക്ക് നീ തന്നിരുന്നുവെങ്കിൽ എത്രമാത്രം ഞാൻ സുജൂദ് ചെയ്യുമായിരുന്നു. റബ്ബേ, എനിക്ക് നീ ആഫിയത്ത് തന്നിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ആരാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പടച്ചറബിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒഴിവ് കഴിവ് നിരത്തുകയാണ്. ആ ഒഴിവ് കഴിവ് പടച്ചറബിന്റെ മുമ്പിൽ ഈ മനുഷ്യൻ നിരത്തുമ്പോ പടച്ചറബദാ ഫദഅ ബി അയ്യൂബ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചറബ് കൊണ്ടുവരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചറബ് കൊണ്ടുവരുന്നു. അയ്യൂബ് നബിയെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് പറയും, മനുഷ്യ നീ നോക്ക്, ഈ മനുഷ്യൻ എന്റെ നബിയാണ്, അയാൾക്ക് ഞാൻ നിനക്ക് തന്നതിനേക്കാൾ അശദ്ദൽ ബലാ, ലോകത്താർക്കും കൊടുക്കാത്ത ഏറ്റവും വലിയ പരീക്ഷണം ഞാൻ ഈ മനുഷ്യനാ കൊടുത്തത്. ആ മനുഷ്യന്റെ ശരീരം പൊഴുത്തു, ദേഹം മുഴുവൻ പൊഴുത്തു, ഒരു ഇഞ്ച് സ്ഥലമില്ലാതെ പുഴുക്കൾ കയറി. നമ്മളെ ദേഹത്ത് അങ്ങനെ പുഴുക്കൾ കയറിയിട്ടില്ലല്ലോ. ദേഹം മുഴുവൻ പൊഴുത്തിട്ടും ഈ മനുഷ്യനാകുന്ന അയ്യൂബ് നബി പടച്ചറബിനോട് പരാതിപ്പെട്ടില്ല. റബ്ബേ, എന്തുകൊണ്ട് നീ എന്റെ ശരീരം ഇങ്ങനാക്കിയെന്ന് പറഞ്ഞില്ല, റബ്ബിനോട് പരാതി പറഞ്ഞില്ല. മാത്രമല്ല യാതൊരു തരത്തിലും ഒരു ആരാധന മുടക്കിയില്ല, ദിക്ർ മുടക്കിയില്ല, തസ്ബീഹ് മുടക്കിയില്ല. ഏത് തരത്തിലൊക്കെ കിടന്നിട്ട് ആരാധിക്കാൻ പറ്റുമോ അങ്ങനെ ആരാധിച്ചു, ഇരുന്നിട്ട് ആരാധിക്കാൻ പറ്റുമോ അങ്ങനെ ആരാധിച്ചു. ഒരു ദിവസം പോലും മുടക്കിയില്ല. അവസാനം നാവുമ്മലേക്ക് പുഴുകയറിയപ്പോ ദേഹത്തിന്റെ എല്ലാ ഭാഗത്തും പൊടുത്ത് നാവുമ്മലേക്ക് പുഴുകയറി. നാവുമ്മലേക്ക് പുഴുകയറിയപ്പോ കലിമ ചൊല്ലാൻ കഴിയില്ല, ഒരു ദിക്റും ചൊല്ലാൻ കഴിയില്ല. പിന്നെന്തിനാ ജീവിക്കുന്നത്? അപ്പോഴാണ് അയ്യൂബ് നബി പടച്ചറബിനെ വിളിച്ചത്. അതുവരെ ശരീരം മുഴുവൻ പൊഴുത്തിട്ടും പടച്ചോനോടൊന്നും പരാതി പറഞ്ഞില്ല. ചിന്തിക്കണേ, നമുക്കൊരു ചെറിയ പനി വരുമ്പോഴേക്കും നമ്മൾ പറയും, പടച്ചോനെ നീ എന്താ ഇങ്ങനെ കട്ടപ്പെടുത്തുന്നത്? അയ്യൂബ് നബി പിടിയില്ല. നാവുമ്മലേക്ക് പുഴുകയറിയപ്പോ മാത്രം വിളിച്ചു പറഞ്ഞെന്താ പറഞ്ഞത്? അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അത്രേ പറഞ്ഞുള്ളൂ. അയ്യൂബ് നബി റബ്ബിനെ വിളിച്ചു, അന്നീ മസ്സനിയൽ ദുർറു, പടച്ചോനെ എനിക്കൊരു പ്രയാസം തോന്നുന്നുണ്ട്. കണ്ടോ, അതുവരെ ഒന്നും പറഞ്ഞില്ല. നാവുമ്മലേക്ക് പുഴുകയറിയപ്പോ അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്ന തമ്പുരാനല്ലയോ,
എന്താ പഠിച്ചോനെ എങ്ങനെയാക്കിയെന്ന് ചോദിച്ചില്ല. ആ പ്രാർത്ഥനയുടെ രൂപഘടനകള് അന്നീ പഠിച്ചോനെ ഇപ്പോൾ ചെറിയ പ്രയാസം തോന്നുന്നുണ്ട്. ഈ റഹ്മായ പഠിച്ചോനല്ലേ, റഹ്മാനല്ലേ. അപ്പടാ പഠിച്ചനപ്പോ ഷിഫാന് കൊടുത്തു. ആ കുളത്തിലടങ്ങി കുളിച്ച് രോഗം ഷിഫയായി അയ്യൂബ് നബി മുഖത്ത് പ്രവാചകനായി പ്രബോധനം നടത്താം. ഒന്ന് ചിന്തിക്കണങ്ങൾ. ഈ അയ്യൂബ് നബിയെ കാണിച്ചുകൊണ്ട് ഈ മനുഷ്യനോട് ചോദിക്കും, എടാ ഈ മനുഷ്യന് തന്ന പരീക്ഷണം ഞാൻ നിനക്ക് തന്നിട്ടില്ലല്ലോ, ഇയാൾക്ക് വന്നത്ര രോഗം നിനക്ക് വന്നിട്ടില്ലല്ലോ, ഒരു ദിവസത്തെ ആരാധന ഈ മനുഷ്യനെ നിനക്ക് മുടക്കിയിട്ടില്ല, പിന്നെ നീ എന്തിനാ മുടക്കിയത് എന്ന് പറയുമ്പോൾ ഈ രോഗിയായ ആ മനുഷ്യന് ഒരു മറുപടിയും പടച്ചറപ്പിന് മുന്നിൽ പറയാനുണ്ടാവൂല. അവൻ നിന്ന് വിയർത്ത് അവന്റെ നാക്ക് പൊങ്ങാത്ത ഘട്ടം വരുമ്പോ അവനെ ഈ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി ഓര് പോയി നരകത്തില്. എന്താ വിളിഞ്ഞ് പറയാ? മൂന്നാമതായി പടച്ചറപ്പ് ഒരു മുൽക്ക് അധികാരമുള്ളവനെ കൊണ്ടുവരും. ഒരു അധികാരമുള്ള ആളെ കൊണ്ട് ഖലീഫ, രാഷ്ട്രീയ നേതാവ്, പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ പള്ളി പ്രസിഡന്റ്, കമ്മിറ്റി നേതാവ്, ഓ വലിയ നേതാവാ, വലിയ തിരക്കില, ഓനെപ്പോഴും ഓട്ടാൻ, ഭയങ്കര തിരക്കല്ലേ. ഈ മനുഷ്യനെ നിർത്തിയിട്ട് പഠിച്ചപ്പോ ചോദിക്കും, മാ ഫഅൽത, എന്താണ് ചെയ്തത്? ഫീമാ ആതൈതുക, ഞാൻ നിനക്ക് തന്ന പദവിയിൽ അന്നെ ഞാൻ വലിയ ആളാക്കിയല്ലോ, ആ പദവി വെച്ചിട്ട് എനിക്ക് എന്താ ചെയ്തത്? ഈ നിസ്കാരം മുടക്കിയില്ലേ, ഈ കുറെ സ്വതക്കം മുടക്കിയില്ലേ, വലിയ നേതാവല്ലേന്നോ ഈ എന്തേ സമയത്ത് നിസ്കരിക്കാതിരുന്നത്? ആ മനുഷ്യൻ പടച്ചറപ്പനോട് പറയും, ശഅലനിയൽ മുൽക്ക് യാ അല്ലാഹ്, അല്ലാഹുവേ ശഅലനിയൽ മുൽക്ക്, എന്റെ അധികാരം എന്നെ ശഅലാക്കി. എനിക്ക് ഭയങ്കര തിരക്കല്ലേന്നോ, ഞാൻ ആൾക്കാരടിയിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് സമയത്ത് തിരക്കാണ് എനിക്ക്, ഞാൻ വലിയ തിരക്കുള്ള ആളല്ലേ. അപ്പൊ ഈ തിരക്കിന്റെ അടിയിൽ ഓടുമ്പോ പല പ്രവർത്തനം തലയിലേറ്റി ഇടങ്ങാറായി നടക്കുമ്പോ ചിലപ്പോൾ നിസ്കാരമൊക്കെ പേച്ചിട്ടുണ്ടാവും. മറ്റുള്ളവരെ വിചാരണ ചെയ്യുമ്പോൾ എന്നെ വിചാരണ ചെയ്യല്ലേ, ഞാൻ ജനങ്ങൾക്ക് ഒരുപാട് ഖിദ്മത്ത് ചെയ്താളാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യന്റെ വാദഗതി മുഴങ്ങുമ്പോൾ അവന്റെ വായടപ്പിക്കുന്നതിന് വേണ്ടി അതാ കൊണ്ടുവരുന്നു. സുലൈമാന, മഹാനായ ലോകമടക്കി ഭരിച്ച വലിയ രാജാവാകുന്ന സുലൈമാൻ നബിയെ കൊണ്ടുവരും. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പിൽ വന്നു നിൽക്കും. അല്ല പറയും, നോക്കടാ, ഈ ഭൂമുഖത്തിന്റെ മുക്കാൽ പങ്കും അടക്കി ഭരിച്ച വലിയ ഭരണാധികാരിയാണിത്. ഇയാളെ പോലെ അധികാരം ലോകത്തൊരു രാജാവിന് ഞാൻ കൊടുത്തിട്ടില്ല. ഇയാൾക്ക് അധികാരമുള്ള സ്ഥലത്തിന്റെ അത്ര സ്ഥലം ഒരാൾക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ മനുഷ്യൻ ഒരു ദിവസത്തെ ഇബാദത്ത് പോലും മുടക്കിയിട്ടില്ലടാ, ഇയാൾ എനിക്കൊരു ദിവസത്തെ സുജൂദ് പോലും മുടക്കിയിട്ടില്ലടാ. ഈ മനുഷ്യന് കൊടുത്ത അധികാരത്തിന്റെ 10-1 പോലും നിനക്ക് ഞാൻ തന്നിട്ടില്ല. നീ ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ ഖലീഫയോ രാജാവോ ആണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബിക്ക് കൊടുത്ത അധികാരത്തിന്റെ കാൽഭാഗം നിനക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും നീ എന്റെ ആരാധന മുടക്കിക്കൊണ്ട് ദ്രോഹിച്ചു, എന്റെ കടമ നീ നിർവഹിച്ചില്ല. അതുകൊണ്ട് ഈ മനുഷ്യന്റെ മുമ്പിൽ കാണുമ്പോൾ നിനക്ക് എന്ത് പറയാനുണ്ടെന്ന് പറയുമ്പോൾ ആ നേതാവ്, ആ ഭരണാധികാരി ലജ്ജിച്ച് തല താഴ്ത്തുന്നു. അവരെയും അതാ നരകത്തിലേക്ക് ചങ്ങല കിട്ടുകൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന രംഗം അവതരിപ്പിക്കുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരു ഒതുറൂല അങ്ങനെയാണ് ഒരു മനുഷ്യൻ പടച്ചോന്റെ മുമ്പിലേ മൗലന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോ, അള്ളാന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോ തെക്കുവ അല്ലാത്ത ഒരു ഉദുറും ഉണ്ടാവില്ല. ഒന്നും പറഞ്ഞ് കഴിച്ചിടാൻ പറ്റില്ല. നമ്മളൊക്കെ നാക്ക് പറഞ്ഞിട്ടല്ലോ കഴിച്ചിലാവും. നമ്മൾ വാദിച്ചിട്ട് കഴിച്ചിലാവും, കോടതിയിലൊക്കെ വായിച്ചിട്ട് കഴിച്ചിലാവും, ആൾക്കാരെ മുമ്പിൽ വാദിച്ച് കഴിച്ചിലാവും. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കമ്മിറ്റിയിൽ നമ്മൾ നല്ലോണം ഫസാത്തും വരാത്തുണ്ടായിട്ട് നന്നായി സംസാരിച്ച കഴിച്ചിലാവും. പക്ഷേ അള്ളാന്റെ കോടതിയിൽ അതും കൊണ്ട് വരണ്ട. നമുക്ക് അതിനേക്കാൾ വലിയ മറുപടി ജീവിക്കുന്ന ഉദാഹരണം പഠിച്ചപ്പോൾ കാണിച്ചിരും. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാത്തതിന് ഒരു ഉദറും നമുക്ക് സമർപ്പിക്കാണ്ടാവില്ല. രോഗിയായിരുന്നു, സമയമില്ലായിരുന്നു, അങ്ങനെയായിരുന്നു, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊക്കെ ശരിക്കും മനസ്സിലാക്കാനാണ് ഇപ്പൊ തന്നെ ഈ ഹദീസൊക്കെ നമ്മൾ മുമ്പിൽ വെച്ചത്. ആ ഹദീസൊക്കെ നമ്മളെ മുമ്പിൽ വെച്ചിട്ട് ശരിക്കും നമ്മളിങ്ങനെ നോക്കുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ശരിക്കനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാവണം. കാരണം കഴിഞ്ഞല്ലോ കാലം, റമദാൻ കഴിഞ്ഞ പോലെ നമ്മളും കഴിഞ്ഞില്ലേ. നമ്മളെ കാലഘടന എന്ന് പറഞ്ഞാൽ അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ് ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്ന വാചകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവാണ് നമ്മളെ പടച്ചത്. എങ്ങനെ? പടച്ച റബ്ബ് നമ്മളെ പടച്ചു. എങ്ങനെ? ഖലഖകും മിൻ ളഅഫ്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ്. നിങ്ങളെ പടച്ച റബ്ബ് ബലഹീനമായിട്ടാ പടച്ചത്. നിങ്ങൾ ജനിച്ചു വീഴുമ്പോ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. ഉമ്മാന്റെ ഗർഭത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന മനുഷ്യൻ കയ്യും കാലും വിട്ടടിക്കുന്ന പാവം,
അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ് തുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ. ആ ബലഹീനമായ കുട്ടിക്ക് പടച്ചറബ് ശക്തി കൊടുത്ത് യുവാവാക്കി, നല്ല ആരോഗ്യമുള്ള യുവാവ്, നല്ല യുവാവായി. ആ യുവത്വം തിളമ്പി നിൽക്കുന്ന സമയത്ത് അവൻ ഒരുപാട് കാര്യം ചെയ്തു. പിന്നെയോ തുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ. പിന്നെ ആ മനുഷ്യൻ ലഅഫിലും ശൈബിലും എത്തി, അഥവാ അവൻ പിന്നെ ബലഹീനമായി നരച്ചു. ആദ്യം ശക്തിയില്ലായ്മ, പിന്നെ ശക്തി, പിന്നെ ശക്തിയില്ലായ്മ. ചെറുപ്പത്തിലെ കുട്ടി, പിന്നെ യുവാവിന് നല്ല ശക്തി, പിന്നെ വയസ്സനാവുമ്പോ കുട്ടിനെ പോലെ തന്നെ. കുട്ടി എന്താ പറയുന്നത് മനസ്സിലാവില്ല, വയസ്സനും അങ്ങനെ തന്നെ. സൂര്യനെ പോലെ, ശരിക്കും ശ്രദ്ധിച്ചോ, സൂര്യനെ പോലെ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു പോകുമ്പോ രശ്മിക്ക് തീരെ ശക്തി ഉണ്ടാവില്ല. സൂര്യൻ ഉദിക്കുമ്പോ രശ്മിക്ക് തീരെ ശക്തി ഉണ്ടാവില്ല. സൂര്യൻ നട്ടുച്ചക്കെത്തുമ്പോ നല്ല ശക്തിയാണ്. നട്ടുച്ച കഴിഞ്ഞാൽ പിന്നെ ശക്തി കുറഞ്ഞു. ഉദിക്കുന്ന സൂര്യനെ പോലെ ശക്തി ഇല്ലാത്തമായി. നമ്മളും അങ്ങനെ. സൂര്യൻ ഉദിച്ച് 12 മണി കഴിഞ്ഞാൽ പിന്നെ അസ്തമയായി. ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാർ നെഞ്ചത്തൊന്ന് കൈവച്ച് നോക്കാം. 30 വയസ്സ് കഴിഞ്ഞിട്ടോ, 60 വയസ്സാണ് റസൂലിനെ കണക്കാക്കിയത്. 30 കഴിഞ്ഞോലൊക്കെ നട്ടുച്ച കഴിഞ്ഞു കൂട്ടെ. നമ്മൾ നട്ടുച്ച കഴിഞ്ഞു, നമ്മളിപ്പോ ഇറക്കത്തിലാ. നമ്മുടെ ഇറക്കത്തിലാ. നമ്മളിങ്ങനെ ഓരോ ദിവസവും ഈ പള്ളിക്കാട്ടിൽ വരാൻ റെഡിയായി ഇങ്ങനെ നിൽക്കുക. ആരാണ് ആദ്യം വരുന്നതെന്ന് അറിയില്ല. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. ഉറപ്പാ നമ്മളൊക്കെ മയ്യത്തോടെ വരാൻ പോവാ. 30 കഴിഞ്ഞ ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം ഈ സദസ്സിലുള്ളത്. ഇറക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇറക്കം തുടങ്ങി എന്ന് പറയുന്ന അർത്ഥം എന്താ? ഇറക്കം തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവസാനത്തിലേക്ക് സംഗതി പോയിട്ടുണ്ട്. അപ്പൊ ഇനി അധികം ഒന്നും ജീവിക്കുന്ന ആരും കരുതണ്ട. അധിക കാലം തുല്യം നമുക്ക് ഉണ്ടാവുന്ന കരുതണ്ട. കാലഘടന വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവന്റെ മുഖ്യാംശം തീർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാലത്തിന്റെ അവസാനത്തിലാണ്. അപ്പൊ ഇനിയെങ്കിലും ഒന്ന് നന്നാവാനുള്ള ആ അവസ്ഥ നമുക്ക് പ്രാപിച്ചൂടെ? കൽബിലെ കുരുട്ട് കുശുമ്പൊക്കെ മാറ്റിയിട്ട് അലച്ചൊക്കെ. മനുഷ്യൻ വയസ്സാകുന്നതോറും അവന് അലച്ച കൂടുന്നു. വയസ്സ് വർദ്ധിക്കുന്നതോറും സമ്പത്തിനോടുള്ള ആർത്തി കൂടുന്നതാണ് ഹദീസിലുള്ളത്. അതെന്തുകൊണ്ടാ? മനുഷ്യന്റെ പൊതുസ്വഭാവമാണ്. ആ പൊതുസ്വഭാവം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും നമ്മളെ കാര്യം നോക്കുന്നതിന് പകരം നമ്മളെ കാര്യം നോക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ കാര്യം നോക്കണം. അതിന് തെളിവ് ഖുർആനിൽ പറഞ്ഞതറികള്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കിബിത്തിയെ കൊന്നതിന്റെ പേരിൽ ആക്ഷേപം സഹിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് ഓടിപ്പോയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകെ ഇടങ്ങാറായി. ഫലമ്മ വറദ മദിയനിൽ വന്നിരിക്കുക. ആ മൂപ്പരെ കാര്യത്തിന്റെ കഷ്ടം. നമ്മളൊക്കെ പറയുന്നതാണ് എന്റെ കാര്യത്തിന്റെ കഷ്ടം, പിന്നെ വേറൊരു കാര്യം ഞാനെങ്ങനെ നോക്കുന്നത്, അങ്ങനെ നമ്മൾ പറയുന്നത്. മൂസാ നബിന്റെ കാര്യം കഷ്ടമാണ്, വളരെ കഷ്ടം. കാരണം എന്താ? കൊലപാതകത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പിടികൂടി കൊല്ലാൻ നോക്കുന്ന സമയത്ത് രക്ഷപ്പെട്ടു പോന്ന, നാട് വിട്ട് വീട് വിട്ട് ഓടിച്ചിട്ട് ഒരു മരത്തിന്റെ ചോട്ടിലേക്ക് വന്ന് വിശ്രമിക്കാം. അപ്പോഴാ 2 പെൺകുട്ടികൾ വെള്ളം എടുക്കാൻ വന്നിട്ട് ആ പെൺകുട്ടികൾക്ക് വെള്ളം കിട്ടാൻ താമസിക്കുന്ന രംഗം കണ്ടത്. അപ്പൊ അദ്ദേഹം ആ പെൺകുട്ടികളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ട് ആ പെൺകുട്ടികൾക്ക് വെള്ളം എടുത്തു കൊടുത്തു. ഇത് വിശദീകരിക്കുന്ന തഫ്സീറിലുണ്ട്. മൂപ്പര കാര്യത്തിന്റെ കഷ്ടമായപ്പോഴും ഈ പെൺകുട്ടികൾ കഷ്ടപ്പെട്ട് കണ്ട മൂപ്പര് സഹായിച്ചു. നമ്മളെന്താ? നമ്മളിന്റെ കാര്യത്തിനെ പഠിക്കാൻ പിന്നെ മറ്റവരെ സഹായിക്കുന്നത് കഴിഞ്ഞത് അങ്ങനല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. പൊതുസമൂഹത്തിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നൊക്കെ സമൂഹത്തിന് ചെയ്തു കൊടുക്കുക. അത് വളരെ പ്രധാന. ആ സാമൂഹ്യ ബാധ്യത അതാണ്. ഇസ്ലാം തന്നെ അങ്ങനെയല്ലേ? നമ്മളെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ അറിയണ്ടേ? അത് ചിന്തിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. അദ്ദീനു അൻ-നസീഹ എന്ന് പറഞ്ഞാൽ എന്താ? ദീന് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ആണ്. സമൂഹത്തുള്ള ബാധ്യത. അദ്ദീനു അൻ-നസീഹ. ആരോട്? ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. ഇത് ശരിക്കും വേണ്ടേ? അള്ളാഹിനോട് കടപ്പാട് വേണം. നമ്മുടെ ദീനിലെ അതാണ്. അള്ളാഹുവിനോടും ഖുർആനോടും പ്രവാചകരോടും കടപ്പാട് വേണം. ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് എന്നായിരുന്നു പറയാ. നമ്മുടെ ആദർശത്തോടുള്ള കമ്മിറ്റ്മെന്റ്. രണ്ടാമത്തത് വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതൃത്വമുള്ള കമ്മിറ്റ്മെന്റ്, ലീഡർഷിപ്പ് കമ്മിറ്റ്മെന്റ്, പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്. നമ്മൾ ആരാണോ ഭരിക്കുന്നത് നയിക്കുന്നത് അവരോടൊരു ബാധ്യത നമുക്ക് വേണം. നാലാമത്തേതോ വലി ആമ്മത്തിഹിം, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സാമൂഹ്യ ബാധ്യത. ഈ 3 ബാധ്യത ഇല്ലെങ്കിൽ മനുഷ്യനല്ല. ഈ 3 ബാധ്യത നിർവഹിച്ചേ പറ്റൂ. ഈ 3 ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ അതിനെന്ത് വേണം? നല്ലൊരു മനസ്സ് വേണം. അവനാന്റെ കാര്യം വിചാരിച്ച് മാത്രം ഇരിക്കാൻ പാടില്ല. നമ്മളെ കാര്യം അതുകൊണ്ടാണല്ലോ ദ്വാരക്കുമ്പോ പോലും പറഞ്ഞിട്ടുള്ള പ്രത്യേകം. ഒരു മനുഷ്യൻ റജുലുൻ ഔ ഇംറഅത്തുൻ യദ്ഉ ലി നഫ്സിഹി, അവൻ സ്വയം ദുആ ചെയ്യുന്നു. വലം യദ്ഉ ലി വാലിദൈഹി വലിൽ മുഅ്മിനീൻ, മുഅ്മിനീകൾക്കോ അവന്റെ മാതാപിതാക്കൾക്കോ വേണ്ടി അവൻ ദുആ ചെയ്യുന്നില്ല എങ്കിൽ അത് ഖസാവത്തുൽ ഖൽബിന്റെ ലക്ഷണമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരാൾ ഓനും വേണ്ടിയല്ലോ ദ്വാരക്കും. ലോക മുസ്ലിമീകൾക്കോ വേറെ ആർക്കും വേണ്ടി ദ്വാരക്കില്ല. അത് കസാവത്തുൽ കൽബിന്റെ ലക്ഷണം. നിങ്ങൾ ദ്വാരക്കുമ്പോ പോലും കരുതണം എല്ലാവർക്കും കൂട്ടി ദ്വാരക്കണം. എങ്ങനെ? നിങ്ങളെ ദ്വാരക്ക് കഴിഞ്ഞിട്ട് മതി. നിങ്ങൾ ആവശ്യമൊക്കെ ചോദിച്ചിട്ട് ലോക മുസ്ലിമീകൾക്കും സമൂഹത്തിന് വേണ്ടി ദ്വാരക്കണം. ഇല്ലെങ്കിൽ നമ്മളെ കൽബ് വഷളാവും. കൽബ് വഷളാകുന്ന ലക്ഷണ. മനുഷ്യന്റെ കൽബ് വഷളാകുന്ന സുഫിയാനു സൗരി തങ്ങൾ ഉദ്ധരിച്ചിട്ട് കൽബ് നശിക്കുന്ന ലക്ഷണങ്ങൾ കൂട്ടത്തിൽ പ്രധാനമായി പറഞ്ഞൊരു കാര്യത. എന്നതുപോലെ നമ്മളൊരാളെ പരിചയപ്പെട്ടു. ആ പരിചയപ്പെട്ട മനുഷ്യനുമായി ബന്ധം പുലർത്താതിരുന്നാൽ എത്രത്തോളം വെച്ചാൽ പരിചയപ്പെട്ടില്ലെങ്കിൽ തന്നെ അപകടമാണ്.
റജുലാനി തറാഫക, രണ്ടാൾ തമ്മിൽ ബന്ധപ്പെട്ടു, വലം യസ്അൽ അഹദുഹുമാ അൻ ഇസ്മി സാഹിബിഹി, രണ്ടാൾ തമ്മിൽ ബന്ധപ്പെട്ട് ചന്തയിൽ കണ്ടു അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു, വലം യസ്അൽ അഹദുഹുമാ അൻ ഇസ്മി സാഹിബിഹി, മറ്റവന്റെ പേര് പോലും ചോദിച്ചില്ല. ഈ എവിടുന്നാന്ന് ചോദിച്ചില്ല. ഓനാര ഓൻ പോട്ടെ, ഞാൻ തന്നെ ഓരോ പറ്റൂല. അവനുമായി ബന്ധപ്പെടേണ്ട സാഹചര്യം സൃഷ്ടിച്ചില്ലെങ്കിൽ അത് ഖസാവത്തുൽ ഖൽബിലെ ലക്ഷണം എന്നാണ് സുഫിയാൻ സൗരി തങ്ങളുടെ അഭിപ്രായം. ഓന്റെ മനസ്സ് ദുഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഓൻ വലിയ നിസ്കാരക്കാനായിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ചില ആൾക്കാർ ഒന്നാം സഫിൽ നിസ്കരിക്കാൻ നിൽക്കും, എല്ലാ ദിവസവും നിസ്കരിക്കാണ്ടാവും. പക്ഷേ മൂപ്പര് നിസ്കാരത്തിനും നോമ്പിനൊക്കെ ഉഷാറാ. പക്ഷെ മൂപ്പരോട് സംസാരിച്ചു നോക്കി ചോദിച്ചാൽ ഈ കടിച്ചു പറിച്ച പെരുമാറ്റം, വെറുപ്പ്, ഇത്തരം വെറുത്ത മനുഷ്യൻ ദുനിയാവിൽ വേറില്ല തോന്നിപ്പോ. ആ ജാതി ആൾക്കാർ, ഞാൻ കുറ്റം പറയാൻ ഇവിടെ അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ട് ഇന്ത്യന്റെ ഇടങ്ങറാക്കില്ല കേട്ടോ. സംഗതി ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ ഉണ്ട് ചില സംഗതി. നിസ്കാരത്തിനൊക്കെ മൂപ്പരുണ്ടാവും, പക്ഷെ ഓരോ പെരുമാറ്റം നന്നായിട്ടുണ്ടാവും. അതെന്താ? അത് ഇതാക്കാൻ കസാവത്തിൽ കൽബുള്ളതാണ്. ഈ കസാവത്തിൽ കൽബ് ഒഴിവാണെങ്കിൽ എന്ത് വേണം തരങ്ങൾ, ജനങ്ങളോടൊരു ബാധ്യതയും കടമയൊക്കെ ശരിക്കും നമ്മൾ നിർവഹിക്കണം. നമ്മൾ മാത്രം മതി, നമുക്ക് മാത്രം മതിയുള്ള ചിന്ത ഉണ്ടാവരുത്. സാമൂഹ്യ ബാധ്യത അതാണല്ലോ ജനങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് ഇത് പറഞ്ഞില്ലേ, ജനങ്ങളെ ബുദ്ധിമുട്ട് സഹിച്ച് അവർക്ക് ജീവിക്കുന്നവനാണ് ഒറ്റയ്ക്ക് ജീവിച്ച് പുണ്യം നേടുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമൻ എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ചിന്ത നമ്മുടെ കൽബിൽ ഉണ്ടാവണം. അങ്ങനത്തെ ഒരു നന്മയുടെ ചിന്തയിലേക്ക് നിങ്ങൾ വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 3 മണി കഴിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. സാധാരണ 3 മണിയിലേക്കല്ല ഉണ്ടാവില്ല. അവിടെ ഞാൻ അവസാനിപ്പിക്കാൻ എനിക്കത് വല്ലാതെ നിന്റെ പറയാൻ സാരിക്കും മൂക്കൻ അടച്ചിട്ടില്ലേ, ശബ്ദം പുറത്തു വരാൻ അത്ര പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആയതുകൊണ്ടും സലാഹുദ്ദീൻ വൈസി ആയതുകൊണ്ട് മാത്രം വന്നാണ് ഞാൻ, അതുകൊണ്ട് മാത്രം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ ഇനിയും വരാനും ദീർഘമായി സംസാരിക്കാനും ഈ ബന്ധം നിലനിർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന ഹൃദയഹാരിയായ പ്രാർത്ഥനയോടുകൂടി ഇതുപോലെ ഇനി മജ്ലിസ് വളരെ കുറവേ, ഇനിയിപ്പോ നാളെ കൂടെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. നാളെ കൂടി കണ്ടങ്ങൾ വളരെ കുറവാണ്. അടുത്ത വർഷം ഞാൻ വന്ന് പ്രസംഗിക്കാൻ ഞാനുണ്ടാവോ, എന്റെ പ്രസംഗം കേൾക്കാൻ ഈ ഇരിക്കുന്ന ആൾക്കാരെ മുഴുവൻ ഉണ്ടാവുമോ ഒന്നും അറിയില്ല. ആരുടെ മേൽ മണ്ണ് വാരിടും നമുക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും പടച്ചറപ്പ് നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. അത് മാത്രം കരുതിക്കോളെ. ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങൾ വരക്കുക, നിങ്ങൾ മരിച്ചു എന്ന് കേട്ടാൽ ഞാനൊന്ന് വരക്കുക. അതുമായാണ് നിസ്കാരം. അത്രയും നമുക്കുള്ള ബന്ധം, നമ്മുടെ ഈ ബന്ധം ദീനിന്റെ ബന്ധം. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ഞാൻ അദ്ദേഹം എന്നെ പരിഗണിക്കുന്നുള്ള മൻ അഹബ്ബലില്ലാഹി, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹം, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹം, വേറൊന്നുമല്ല. വേറൊരു ഭൗതിക നേട്ടം നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രം. അപ്പൊ ആ ഒരു മനസ്സിന്റെ നന്മ അതെപ്പോഴും നിങ്ങളുണ്ടാവും. മനസ്സിന്റെ നന്മയാണ് നന്മ. അത് ഇല്ലെങ്കിൽ ഞാനിവിടെ ഇന്നിങ്ങനെ പ്രസംഗിക്കുമ്പോ എനിക്കിങ്ങനെ തോന്നുകയാണ് ഞാൻ നല്ലൊരു പ്രഭാഷകൻ, നിങ്ങളൊക്കെ മോശക്കാരുമാണ്. അങ്ങനെ തോന്നി എന്റെ കഥ കഴിഞ്ഞു, അതോടുകൂടി അവസാനിച്ചു. അത് അവസാനത്തിന്റെ തുടക്കാന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളിൽ ഒരുപാട് യോഗ്യന്മാരുണ്ട്, എന്നെക്കാളേറെ നന്നായി പ്രസംഗിക്കാൻ പറ്റിയ ആൾക്കാർ ഈ സദസ്സിലുണ്ട്. പക്ഷെ അന്ന് എനിക്ക് തൗഫീക്ക് നൽകി, തൗഫീക്ക് വേറെയും കഴിവ് വേറെയും. അന്ന് എനിക്ക് തൗഫീക്ക് നൽകിയതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറയാനുള്ള തൗഫീക്ക് ഇപ്പൊ പഠിച്ചോ തന്നിട്ടില്ല. അതെപ്പോഴാ തരുന്ന അപ്പം നിങ്ങളോട് കയറിയിരിക്കും. അന്ന് എന്നെ ഇവിടെ ഇരുത്തിയെന്നുള്ള, അതായത് ഞാനൊരു യോഗ്യനായതുകൊണ്ടല്ല. ഒരാൾക്കൊരു വിഷയത്തിന് തൗഫീക്ക് കിട്ടിയ അയാൾ മാത്രമേ യോഗ്യനുള്ളൂ കരുതണ്ട. ആക്കെ മനസ്സ് നശിപ്പിക്കണ പണിയാണ്. നമ്മൾ ആൾക്കാരെ എപ്പോഴും നശിപ്പിക്കല അഹങ്കാരം. നന്നായി ശ്രദ്ധിക്കണം. അഹങ്ക കൽബിന്റെ ഉള്ളിൽ മിസ്കാൽ എങ്കിലും ഉണ്ടെങ്കിലല്ലോ സംഗതിയാണ് കഴിയും. ശുക്ർ എനിക്ക് ഞാൻ നിനക്ക് ശുക്ർ ചെയ്യാന്നുള്ള ഒരു നിയമത്താണ്. നിയമത്തിന് ശുക്ർ ചെയ്യണം. അപ്പൊ ശുക്ർ നമ്മൾ ചെയ്തെങ്കിൽ അല്ലാതെ നിയമത്തുവാണല്ലോ. അപ്പൊ പിന്നെ ശുക്ർ ചെയ്യുമ്പോ പിന്നെ നിയമത്ത് കൂടുക. അപ്പൊ നിനക്ക് ശുക്ർ ചെയ്ത് വീട്ടാൻ കഴിയില്ല. അപ്പോഴാണ് അല്ലാഹ് പറഞ്ഞത് അൽ ആന ശകർതനി, അൽ ആന ശകർതനി യാ ദാവൂദ്. ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ശുക്ർ ചെയ്തത്. എപ്പോ ഹീനഅ്തറഫ്, തങ്ങൾക്ക് മനസ്സിലായപ്പോ. എന്ത് ശുക്ർ ചെയ്ത് വീട്ടാൻ കഴിയില്ല നിങ്ങൾക്ക് ബോധ്യമായപ്പോ, നിങ്ങൾക്ക് ശുക്ർ ചെയ്ത് വീട്ടാൻ കഴിയൂല നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോഴാണ് നിങ്ങൾ ശരിക്കും എനിക്ക് ശുക്ർ ചെയ്ത ആളായത്. അപ്പൊ നമ്മളെപ്പോൾ മനസ്സിലാക്കേണ്ട എന്താ? അള്ളാഹ് നമുക്ക് തന്ന നിയമത്തിന് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ മാനിക്കുക, നമ്മളൊരു വലിയ അഹങ്കാരിയാണെന്നുള്ള തോന്നൽ ഒഴിവാക്കുക. അങ്ങനെ കൽബ് ശുദ്ധീകരിക്കാനുള്ള അടിസ്ഥാന പ്രക്രിയ മനസ്സിൽ നിന്ന് ഈ തിന്മകളെ പറിച്ചെറിയല. ആ തിന്മകളെ പറിച്ചെറിയാൻ നമ്മളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. റമദാൻ നമുക്ക് നൽകേണ്ട ഏറ്റവും വലിയ സന്ദേശം മനസ്സിന്റെ നന്മയാണ്, മറ്റൊന്നുമല്ല. ആ നന്മ ആർജിച്ചെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ